ഹലോ എവ്രി വൺ, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് പഠിക്കാൻ വേണ്ടി പോകുന്നത് നമ്മുടെ ഫിസിക്സിലെ തന്നെയാണ് അല്ലെ. നമ്മൾ കുറച്ച് ദിവസങ്ങളായിട്ട് ഫിസിക്സും കെമിസ്ട്രിയും മാത്സും ബേസ്ഡ് ആയിട്ടുള്ള ഫോക്കസ് ഏരിയ ബേസ്ഡ് ആയിട്ടുള്ള കുറെ ചാപ്റ്റേഴ്സ് ആയിരുന്നു ഇതിലെ നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്ന +1 കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള +1 ഫോക്കസ് ഏരിയ ബേസ്ഡ് ആയിട്ടുള്ള ക്ലാസ്സസ് ആയിരുന്നു. അതിൽ നമ്മൾ ഓൾമോസ്റ്റ് എല്ലാം ഇപ്പൊ കവർ ചെയ്തിട്ടുണ്ട്. ഇനിയും കവർ ചെയ്യാനും ഉണ്ട്. അത് നമ്മൾ ഇൻഷാ അല്ലാഹ് ഈ മാസം തന്നെ എന്ത് ചെയ്യും, നമ്മൾ മാക്സിമം ട്രൈ ചെയ്യാനായിട്ട് നോക്കും, മാക്സിമം കവർ ചെയ്യാനായിട്ട് തന്നെ നോക്കും. ഇനി കറക്റ്റ് ഒരു മാസം മാത്രമേ ഉള്ളൂ നമുക്ക് എക്സാമിന് അല്ലെ. ഇന്ന് ഓഗസ്റ്റ് 5 സെപ്റ്റംബർ 5 വരെയുള്ള നമുക്ക് പഠിക്കാനുള്ള അവസരം. സെപ്റ്റംബർ 6 തൊട്ട് എന്താണ് നമുക്ക് പരീക്ഷയാണ്. സോ നമുക്ക് കൂടുതൽ സമയം ഒന്നും ഇല്ല കളയാനായിട്ട്. സോ മാക്സിമം എന്ത് ചെയ്യുക, ടെൻഷൻ അടിക്കാതെ കൂളായിട്ട് എന്ത് ചെയ്യുക, ഓരോ ദിവസവും ഓരോ ചാപ്റ്ററോ അല്ലെങ്കിൽ 2 ചാപ്റ്റർ വെച്ചോ എങ്ങനെയും തീർക്കുക. കാരണം കുഞ്ഞു കുഞ്ഞു അപ്ഡേറ്റ്സ് അല്ലേ. ഇപ്പൊ ഒരു മണിക്കൂറിന്റെ ഈ വീഡിയോ കാണുമ്പോൾ തന്നെ എന്ത് ചെയ്യും, നിങ്ങൾ ഓൾമോസ്റ്റ് കവർ ആവും അല്ലെ. നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് വായിച്ചു വിട്ടാൽ മാത്രം മതി. അതുകൊണ്ട് എന്ത് ചെയ്യുക, മാക്സിമം എല്ലാവരും വീഡിയോ എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക. ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എന്ത് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക. ഓക്കെ, അതുകൊണ്ട് തന്നെ നമ്മൾ ഇന്ന് എന്ത് ചെയ്യുക, ഡയറക്റ്റ് നമ്മൾ നേരെ നമ്മുടെ ചാപ്റ്ററിലേക്ക് കടക്കുകയാണ്. ചാപ്റ്ററിന്റെ പേരെന്താണ്? മോഷൻ ഇൻ എ പ്ലെയിൻ. ഓക്കെ, വളരെ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ്. നമുക്ക് ഷുവർ ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞ് ഇടാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളാണ് ഈ മോഷൻ ഇൻ എ പ്ലെയിനിൽ ചോദിക്കുന്നത്. ഷുവർ ക്വസ്റ്റ്യൻസ്, അത് ഉറപ്പായിട്ട് എല്ലാ കൊല്ലവും സെയിം കാര്യങ്ങളൊക്കെയാണ് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. ഫോക്കസ് ഏരിയ ആണെങ്കിലും അല്ലെങ്കിൽ പോലും സെയിം ക്വസ്റ്റ്യൻസ് ആണ് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. സോ ആ ടോപ്പിക്സ് എല്ലാം അല്ലെങ്കിൽ കുറച്ച് ഡെറിവേഷൻസ് ഒക്കെ ഉണ്ട്, അതിൽ കൂടുതൽ എന്ത് ചെയ്യുക, കോൺസെൻട്രേറ്റ് ചെയ്യുക. നമുക്ക് എന്ത് ചെയ്യാം, ഫുൾ മാർക്ക് മേടിക്കാം. ഏകദേശം ഒരു 8 മാർക്കോളം ഈ ചാപ്റ്ററിൽ നമുക്ക് എന്ത് ചെയ്യാം, എക്സ്പെക്ട് ചെയ്യാം. സോ 8 മാർക്ക് നമുക്ക് എന്ത് ചെയ്യണം, നേടിയെടുക്കാം. ഓക്കെ, സോ നോക്കിയേ, ഫോക്കസ് ഏരിയ ടോപ്പിക്സ് ഏതൊക്കെയാന്ന് നോക്കിയേ. ഫോക്കസ് ഏരിയ ടോപ്പിക്സ് എന്ന് പറഞ്ഞ ഈ മോഷൻ ഇൻ എ പ്ലെയിൻ എന്ന് പറഞ്ഞ 4ാമത്തെ ചാപ്റ്ററിൽ ഏതൊക്കെയാ പറഞ്ഞിരിക്കുന്നത്? സ്കെയിലേഴ്സ് ആൻഡ് വെക്ടേഴ്സ് ആൻഡ് ദ പ്രൊജക്ടൈൽ മോഷൻ. സ്കെയിലേഴ്സും വെക്ടേഴ്സും എന്നാന്ന് നിങ്ങൾ കുഞ്ഞുനാളിൽ പഠിച്ചിട്ടുണ്ട്. പക്ഷെ അതിനെക്കാട്ടി ഇത്തിരിയുടെ അതിന്റെ ആപ്ലിക്കേഷൻ ലെവൽ ഇത്തിരി കയറി വരുന്നുണ്ട്. ഇനി അടുത്ത പ്രൊജക്ടൈൽ മോഷൻ എന്നാന്നുള്ളത് നിങ്ങൾ പുതുതായിട്ട് പഠിക്കുന്നതാണ്. അതിൻ്റെ അകത്ത് കുറച്ച് ഡെറിവേഷൻസ് ഉണ്ട്, സിമ്പിൾ ഡെറിവേഷൻസ് ആണ്. അത് മാത്രം പഠിച്ചാൽ മതി. അതിന്റെ റിലേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലംസും ചോദിക്കും. നമ്മൾ അത് എന്ത് ചെയ്യാം, ഇവിടെ ഡിസ്കസ് ചെയ്യും. സോ നമുക്ക് നേരെ നമ്മൾ എന്ത് ചെയ്യാം, ചാപ്റ്ററിലേക്ക് കടക്കാം. ചാപ്റ്ററിന്റെ പേരാണ് മോഷൻ ഇൻ എ പ്ലെയിൻ. നമ്മൾ ആദ്യത്തെ ടോപ്പിക്കായ സ്കെയിലേഴ്സ് ആൻഡ് മക്കളെ, എന്താണ് സ്കെയിലേഴ്സ്, എന്താണ് വെക്ടേഴ്സ്? അപ്പൊ നമ്മുടെ ആദ്യത്തെ ടോപ്പിക്കാണ് സ്കെയിലേഴ്സ് ആൻഡ് വെക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ ഇതെന്താന്ന് നിങ്ങൾക്ക് നേരത്തെ തന്നെ തൊട്ട് അറിയാം അല്ലെ. നിങ്ങൾ കുഞ്ഞാൾ തൊട്ട് കേൾക്കുന്ന 2 വേർഡ്സ് ആണ് എന്ത്, സ്കെയിലാർ ക്വാണ്ടിറ്റീസ്, വെക്ടർ ക്വാണ്ടിറ്റീസ് എന്നൊക്കെ പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം. എന്താണ് സ്കെയിലാർ ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞാൽ? സ്കെയിലാർസ് എന്ന് പറഞ്ഞാൽ the physical quantity which have only magnitude are called scalar quantity. അതായത് മാഗ്നിറ്റ്യൂഡ് മാത്രം ഉള്ള ഒരു ക്വാണ്ടിറ്റിനെ വിളിക്കുന്ന പേരാണ് സ്കെയിലാർ എന്ന് പറയുന്നത്. അതിന് ഡയറക്ഷൻ ഉണ്ടാവുമോ? ഇല്ല, അതിനൊരു മാഗ്നിറ്റ്യൂഡ് മാത്രമേ ഉള്ളൂ കാണത്തുള്ളൂ. നമ്മളപ്പോ അതിന് എന്ത് ചെയ്യത്തില്ല, ഡയറക്ഷൻ ഒന്നും കൊടുക്കത്തില്ല. അപ്പൊ അങ്ങനെയുള്ള ക്വാണ്ടിറ്റീസിനെ വിളിക്കുന്ന പേരാണ് എന്ത്, സ്കെയിലാർ ക്വാണ്ടിറ്റീസ് എന്ന് പറയുന്നത്. ആ സമയത്ത് വെക്ടർ ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞാൽ എന്താന്ന് നോക്കിയാൽ, വെക്ടർ ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞാൽ എന്താ, ഫിസിക്കൽ ക്വാണ്ടിറ്റി വിച്ച് ഹാവ് ബോത്ത് ഡയറക്ഷൻ ആൻഡ് മാഗ്നിറ്റ്യൂഡ്. എന്തുകൊണ്ട്? ഡയറക്ഷനും ഉണ്ട്, മാഗ്നിറ്റ്യൂഡും ഉണ്ട്. അത് മാത്രം പോരാ, അത് നോക്കിയേ, ബോത്ത് ഡയറക്ഷൻ ആൻഡ് മാഗ്നിറ്റ്യൂഡ്. അത് മാത്രം പോരാ, എന്നാ പിന്നെ ഇറ്റ് ഒബേ ലോ ഓഫ് വെക്ടർ അഡീഷൻ. ഇറ്റ് ഒബേസ് ലോ ഓഫ് വെക്ടർ അഡീഷൻ. ഇമ്പോർട്ടന്റ് ആണ്. ഡയറക്ഷനും ഉണ്ട്. ഇവിടെ മാഗ്നിറ്റ്യൂഡ് മാത്രമേ ഉള്ളൂ, ഓൺലി മാഗ്നിറ്റ്യൂഡ്. പക്ഷെ ഇവിടെ എന്നതാ, മാഗ്നിറ്റ്യൂഡും ഉണ്ട്, ഡയറക്ഷനും ഉണ്ട്. മാഗ്നിറ്റ്യൂഡും ഡയറക്ഷനും ഉണ്ട്. അതുപോലെ എന്നതാ, ലോ ഓഫ് വെക്ടർ അഡീഷൻ എന്ത് ചെയ്യുന്നുണ്ട്, ഒബേ ചെയ്യുന്നുണ്ട്. അങ്ങനെയുള്ള ക്വാണ്ടിറ്റീസിനെ വിളിക്കുന്ന പേരാണ് എന്ത്, വെക്ടർ ക്വാണ്ടിറ്റീസ് എന്ന് പറയുന്നത്. അപ്പൊ വെക്ടർ ക്വാണ്ടിറ്റീസ് എന്ന് പറഞ്ഞാൽ എന്താ, ദ ഫിസിക്കൽ ക്വാണ്ടിറ്റി വിച്ച് ഹാവ് ബോത്ത് ഡയറക്ഷൻ ആൻഡ് മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഒബേ ലോ ഓഫ് വെക്ടർ അഡീഷൻ ആർ കോൾഡ് വെക്ടർ ക്വാണ്ടിറ്റീസ്. എക്സാമ്പിളും കൂടെ നോക്കിയേ, മാസ്, ടൈം, പ്രഷർ. ഇതൊക്കെ എന്താ, മാസ്, ഈ പ്രഷർ എന്ന് പറഞ്ഞാൽ എന്താ, മാസ് ബൈ വോളിയം അല്ലേ. ഈ മാസും സ്കെയിലാർ ആണ്, വോളിയം സ്കെയിലാർ ആണ്. അതിനകത്ത് നിന്ന് കിട്ടുന്ന പ്രഷറും എന്ത് തന്നെയാണ്, സ്കെയിലാർ. കണ്ടോ, മാസ്, വോളിയം. പിന്നെ ടൈം, ടെമ്പറേച്ചർ, ഡെൻസിറ്റി, വർക്ക്. ഈ വർക്ക് സത്യം പറഞ്ഞാൽ വെക്ടറിൽ വരേണ്ടതായിരുന്നു, പക്ഷെ ഇതെന്നാ, ലോ ഓഫ് വെക്ടർ അഡീഷൻ ഒബേ ചെയ്യുന്നില്ല. ലോ ഓഫ് വെക്ടർ അഡീഷൻ ഒബേ ചെയ്യുന്നില്ല. അതുകൊണ്ടാണ് വർക്കിനെ കൊണ്ട് എവിടെ ഇട്ടിരിക്കുന്നത്, സ്കെയിലാറിൽ ഇട്ടിരിക്കുന്നത്. സോ വർക്ക് ഈസ് എ സ്കെയിലാർ ക്വാണ്ടിറ്റി, നോട്ട് എ വെക്ടർ ക്വാണ്ടിറ്റി. ഓർക്കുക. അടുത്ത എനർജി, സ്പീഡ്. സ്പീഡ് സ്കെയിലാർ ആണ്, പക്ഷെ വെലോസിറ്റി എന്താണ്, വെക്ടർ ആണ്. സ്പീഡ് എന്ന് പറയുന്നത് സ്കെയിലാറും വെലോസിറ്റി എന്താണ്, വെക്ടറും. അതേപോലെ തന്നെ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എന്താ, സ്കെയിലാർ. പക്ഷെ ആ സമയത്ത് ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞാലോ, വെക്ടർ ആണ്. പിന്നെ ടോർക്ക്, ഫോഴ്സ്, ഇതെല്ലാം എന്താണ്, വെക്ടർ ക്വാണ്ടിറ്റീസ്. അപ്പൊ എന്താണ് സ്കെയിലാർ, എന്താണ് വെക്ടർ എന്ന് മനസ്സിലായല്ലോ. സ്കെയിലാർ എന്ന് പറഞ്ഞാൽ ഓൺലി മാഗ്നിറ്റ്യൂഡ് ക്വാണ്ടിറ്റീസ് അല്ലെ, മാഗ്നിറ്റ്യൂഡ് മാത്രമേ ഉള്ളൂ. വെക്ടർ എന്ന് പറഞ്ഞാൽ എന്താ, ഡയറക്ഷനും ഉണ്ട്, മാഗ്നിറ്റ്യൂഡ്. അങ്ങനെയുള്ള ക്വാണ്ടിറ്റീസിനെ വിളിക്കുന്ന പേരാണ് ഇത്, വെക്ടർ ക്വാണ്ടിറ്റീസ് എന്ന് പറയുന്നത്. റെപ്രസെന്റേഷൻ ഓഫ് എ വെക്ടർ വലിയ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് അല്ല, തുടക്കം തന്നെ പറഞ്ഞേക്കാം. റെപ്രസെന്റേഷൻ ഓഫ് എ വെക്ടർ എന്നൊന്നും പറഞ്ഞ് പരീക്ഷയ്ക്ക് ചോദിക്കത്തില്ല. നോക്കിയേ, ഞാൻ എന്നാലും ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. കണ്ടോ, വെക്ടർ പി ക്യൂ എന്ന് പറഞ്ഞ് ഒരു വെക്ടർ എന്ന് പറഞ്ഞ് റെപ്രസെന്റ് ചെയ്തിരിക്കുന്നത്, വെക്ടർ എ എന്ന് റെപ്രസെന്റ് ചെയ്തിട്ടുണ്ട്. വെക്ടർ എ എന്ന് പറഞ്ഞത് കണ്ടോ, പി തൊട്ട്
Q വരെ ഇതാണ് വെക്ടർ എന്ന് പറഞ്ഞ റെപ്രസെന്റ്. ഇതിന് ഒരു ആരോ മാർക്ക് ഉണ്ട്. അപ്പൊ നോക്കിയേ വെക്ടേഴ്സ് ആർ റെപ്രസെന്റഡ് യൂസിങ് എ സ്ട്രേറ്റ് ലൈൻ. ഒരു സ്ട്രേറ്റ് ലൈൻ ഉപയോഗിച്ചാണ് റെപ്രസെന്റ് ചെയ്യുന്നത് വിത്ത് ആൻ ആരോ ഹെഡ്. കണ്ടോ, ഒരു ആരോ മാർക്കും ഉണ്ട്, ഒരു ആരോ ഹെഡും കൂടെ ഉണ്ട്. ഓർക്കുക വെക്ടേഴ്സ് ആർ റെപ്രസെന്റഡ് യൂസിങ് എ സ്ട്രേറ്റ് ലൈൻ വിത്ത് ആരോ ഹെഡ്. നമ്മളപ്പോ വെക്ടറിന് ഓരോ പേര് കൊടുക്കാണ്ട്. ഇപ്പൊ വെക്ടർ എ എന്നാണെങ്കിൽ എ എഴുതും, അതിന് മേളിൽ എന്ത് ചെയ്യും, ഒരു സ്ട്രേറ്റ് ലൈൻ വരച്ചിട്ട് ആരോ മാർക്ക്. ഓക്കെ, സോ ദാറ്റ് ഈസ് നത്തിങ് ബട്ട് എ വെക്ടർ. ഇങ്ങനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. ഏ തന്നെ ആണോന്നില്ല, വീട്ടിട്ടാണല്ലോ എന്ത് ചെയ്യാം, ഒരു ആരോ ഹെഡ് ഇട്ട് കൊടുത്താൽ മതി. ഓക്കെ, അടുത്ത ഇതാണ് ഓർക്കേണ്ടത്. ലെങ്ത് ഓഫ് ദ ലൈൻ ഈസ് പ്രൊപ്പോർഷണൽ ടു ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ദ വെക്ടർ. ഇപ്പൊ നോക്കി, ഇതിന്റെ ലെങ്ത് എന്ന് പറഞ്ഞാൽ, ഈ ലെങ്ത് എന്ന് പറഞ്ഞാൽ എന്തിനോട് ഈക്വൽ ആയിരിക്കും, വെക്ടറിന് മാഗ്നിറ്റ്യൂഡിനോട് ഈക്വൽ ആയിരുന്നു. വെക്ടറിന് എന്തൊക്കെ ഉണ്ടെന്ന് പഠിച്ചേക്കുന്നത്, മാഗ്നിറ്റ്യൂഡും ഉണ്ട് ഡയറക്ഷനും ഉണ്ട് അല്ലെ. വെക്ടറിന് എന്തൊക്കെയുണ്ട്, മാഗ്നിറ്റ്യൂഡും ഉണ്ട് ഡയറക്ഷനും ഉണ്ട്. അപ്പം ഇതിന്റെ വെക്ടറിന്റെ മാഗ്നിറ്റ്യൂഡിനെയാണ് എന്ത് സൂചിപ്പിക്കുന്നത്, വെക്ടറിന്റെ മാഗ്നിറ്റ്യൂഡിനെയാണ് ഈ ലെങ്ത് ഓഫ് ദ ലൈൻ റെപ്രസെന്റ് ചെയ്യുന്നത്. അപ്പൊ ലെങ്ത് ഓഫ് ദ ലൈൻ ഇപ്പൊ നോക്കി 5 എന്നാണെങ്കിൽ ഇതിന്റെ ലെങ്ത് എത്രയായിരിക്കും, 5 ആയിരിക്കും കേട്ടോ. ഇതിന്റെ ലെങ്ത് എത്രയായിരിക്കും, 5 ആയിരിക്കും. നോക്കി, ഇനി നോക്കി, അപ്പൊ ലെങ്ത് ഓഫ് ദ ലൈൻ എന്തിനാണ് റെപ്രസെന്റ് ചെയ്യുന്നത്, മാഗ്നിറ്റ്യൂഡ്. പിന്നെ ആരോ ഷോസ് ദ ഡയറക്ഷൻ. ആരോ മാർക്ക് എന്തായിരിക്കും, ഇപ്പൊ ഇങ്ങോട്ടാണ് ആരോ മാർക്ക് കൊടുത്തിരിക്കുന്നത്. ഇങ്ങോട്ട് ആരോ മാർക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം എന്താ, ഇങ്ങോട്ടായിരിക്കും അതിന്റെ ഡയറക്ഷൻ കേട്ടോ. ഇപ്പൊ ഈ സൈഡിലേക്ക് ആരോ മാർക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഈ സൈഡിലേക്ക് ആയിരിക്കും അതിന്റെ ഡയറക്ഷൻ. ഈ സൈഡിലേക്ക് കൊടുക്കുന്നെങ്കിൽ അതിന്റെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് ആയിരിക്കും, അതായത് ഇതിന്റെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് ആയിരിക്കും ഡയറക്ഷൻ. അപ്പൊ ആരോ എന്ന് പറയുന്നത് എന്താണ്, ഷോസ് ദ ഡയറക്ഷൻ. ഡയറക്ഷനും ഉണ്ട് മാഗ്നിറ്റ്യൂഡും ഉണ്ട്. മാഗ്നിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ ലെങ്ത് ഓഫ് ദ ലൈനും, ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ, ആരോനെയുമാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. അപ്പൊ ഇനി റെപ്രസെന്റേഷൻ ഓഫ് വെക്ടേഴ്സ് എന്താന്ന് മനസ്സിലായി. ഇനി അടുത്ത് നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത് ഈക്വൽ വെക്ടർ എന്താന്ന് നോക്കാം. അതിനുശേഷം അൺഈക്വൽ വെക്ടേഴ്സ് എന്താ. എന്തായിരിക്കും ഈക്വൽ വെക്ടർ എന്ന് പറഞ്ഞാൽ? ഈക്വൽ വെക്ടർ എന്ന് പറഞ്ഞാൽ സിമ്പിൾ ആണ്. ഈക്വൽ വെക്ടർ, ഈക്വൽ എന്ന് തന്നെ പേരിൽ തന്നെ ഉണ്ട്. എന്താ, ഈക്വൽ വെക്ടേഴ്സ്. 2 വെക്ടേഴ്സ് ആർ സെഡ് ടു ബി ഈക്വൽ. എപ്പോഴാ നോക്കിയേ, 2 വെക്ടേഴ്സ് are said to be equal. 2 vectors are said to be equal. രണ്ടും ഈക്വൽ ആവണമെങ്കിൽ അതിന്റെ കണ്ടീഷൻസ് എന്തൊക്കെയാ? ഒന്ന്, മാഗ്നിറ്റ്യൂഡ് ഷുഡ് ബി സെയിം. എന്നാ മാഗ്നിറ്റ്യൂഡ് എന്തായിരിക്കണം, സെയിം ആയിരിക്കണം. മാഗ്നിറ്റ്യൂഡ് ഷുഡ് ബി സെയിം. ആൻഡ് രണ്ടാമത്തെ തന്നെ ആയിരിക്കും, മാഗ്നിറ്റ്യൂഡ് കൊണ്ട് ഡയറക്ഷനും ഇല്ല, അപ്പൊ രണ്ടാമത്തെ തന്നെ ആയിരിക്കും ഡയറക്ഷൻ ഷുഡ് ബി സെയിം. ഡയറക്ഷൻ ഷുഡ് ബി സെയിം, ഷുഡ് ബി സെയിം. അപ്പൊ മാഗ്നിറ്റ്യൂഡും എന്താ ശരി സെയിം ആയിരിക്കണം, ഡയറക്ഷനും സെയിം ആയിരിക്കണം. ഇതുകൊണ്ട് ഒരു എക്സാമ്പിൾ കാണിച്ചു തരാം. ഞാൻ വെക്ടർ എന്ന് പറഞ്ഞു കൊടുത്തു. വെക്ടർ എന്ന് പറഞ്ഞ് ഇത്ര നീളോ കേട്ടോ, വെക്ടർ എന്ന് പറഞ്ഞ് ഇത് കൊടുത്തു. ഇതിന് ഈക്വൽ ആയിട്ടുള്ള ഒരു വെക്ടർ ആവണമെങ്കിൽ കണ്ടീഷൻ ഇതേ നീളം തന്നെ ആയിരിക്കണം കേട്ടോ, അതേ ഡയറക്ഷൻ ആയിരിക്കണം. ഇത് വെക്ടർ ബി. ഇവിടെ നമുക്ക് എന്ത് പറയാൻ സാധിക്കും, വെക്ടർ എ ഈസ് ഈക്വൽ ടു എന്താണ്, വെക്ടർ ബി എന്ന് പറയാം. മനസ്സിലായല്ലോ? അപ്പൊ ഈക്വൽ വെക്ടർ ആവണമെങ്കിലുള്ള കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, മാഗ്നിറ്റ്യൂഡ് സെയിം ആയിരിക്കണം. മാഗ്നിറ്റ്യൂഡ് ഇതിപ്പോ 5 സെന്റിമീറ്റർ നീളമെങ്കിൽ ഇതും എത്ര തന്നെ ആയിരിക്കണം, 5 സെന്റിമീറ്റർ ആയിരിക്കണം. അതേപോലെ ഡയറക്ഷനും എന്തായിരിക്കണം, സെയിം ആയിരിക്കും. ഡയറക്ഷനും മാഗ്നിറ്റ്യൂഡ് സെയിം ആണെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണെന്ത്, ഈക്വൽ വെക്ടേഴ്സ് എന്ന് പറയും. അപ്പൊ അൺഈക്വൽ വെക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, അൺഈക്വൽ വെക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ മാഗ്നിറ്റ്യൂഡ് ചിലപ്പോൾ സെയിം ആവാം കേട്ടോ. ഇവിടെ തൊട്ട് ഇവിടെ വരെയുണ്ട് മാഗ്നിറ്റ്യൂഡ്, വെക്ടർ എന്ന് പറയും. ഇവിടെ തൊട്ട് ഇവിടെ തന്നെ ആയിരിക്കും മാഗ്നിറ്റ്യൂഡ്, പക്ഷെ ഡയറക്ഷൻ എന്തായിരിക്കും, ഡിഫറെന്റ് ആയിരിക്കും കേട്ടോ. അപ്പൊ ഇവിടെ നമുക്ക് സെയിം ആണെന്ന് പറയാൻ പറ്റുമോ? ഇവിടെ വെക്ടർ എ നോട്ട് ഈക്വൽ ടു എന്താണ്, വെക്ടർ ബി. കാരണം എന്താ, മാഗ്നിറ്റ്യൂഡ് സെയിം ആണ്, മാഗ്നിറ്റ്യൂഡ് സെയിം ആണ്, രണ്ടിന്റെയും മാഗ്നിറ്റ്യൂഡ് എന്താണ്, സെയിം ആണ്. ബട്ട് ഡയറക്ഷൻ ഡിഫറെന്റ്. ബട്ട് ഡയറക്ഷൻ എന്താണ്, ഡിഫറെന്റ് ആണ്. മാഗ്നിറ്റ്യൂഡ് സെയിം ആണ്, ബട്ട് ഡയറക്ഷൻ ഡിഫറെന്റ്. അങ്ങനെയുള്ള വെക്ടേഴ്സിനെ വിളിക്കുന്ന പേരാണെന്ത്, അൺഈക്വൽ വെക്ടേഴ്സ്. അപ്പൊ ഈക്വൽ വെക്ടർ എന്താന്ന് മനസ്സിലായല്ലോ. അതേപോലെ അൺഈക്വൽ വെക്ടേഴ്സ്, അൺഈക്വൽ വെക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ മേ ബി മാഗ്നിറ്റ്യൂഡ് സെയിം ആവാം, പക്ഷേ ഡയറക്ഷൻ എന്താവണം, ഡിഫറെന്റ്. നോക്കിയ മക്കളെ, നമ്മൾ എന്താണ് അൺഈക്വൽ വെക്ടേഴ്സ് എന്ന് പറയുന്നത്? ഒന്നില്ലെങ്കിൽ ഡിഫറെന്റ് മാഗ്നിറ്റ്യൂഡ്. അൺഈക്വൽ വെക്ടേഴ്സിന്റെ പ്രത്യേകത ഒന്നില്ലെങ്കിൽ എന്തായിരിക്കും, ഡിഫറെന്റ് മാഗ്നിറ്റ്യൂഡ്, അല്ലെങ്കിൽ എന്തായിരിക്കും, ഡിഫറെന്റ് ഡയറക്ഷൻ. മാഗ്നിറ്റ്യൂഡോ അല്ലെങ്കിൽ ഏതാ ഡയറക്ഷനോ ഏതെങ്കിലും ഡിഫറെന്റ് ആയാൽ മതിയേ. മാഗ്നിറ്റ്യൂഡ് തന്നെ സെയിം ആവണമെന്നില്ല. ചിലപ്പോൾ ഡയറക്ഷൻ സെയിം ആവാം, പക്ഷേ മാഗ്നിറ്റ്യൂഡ് എന്താവാം, ഡിഫറെന്റ് ആവും. ഒന്നില്ലെങ്കിൽ ഡിഫറെന്റ് മാഗ്നിറ്റ്യൂഡ്, അല്ലെങ്കിൽ എന്താ, ഡിഫറെന്റ് ഡയറക്ഷൻ. ഡിഫറെന്റ് മാഗ്നിറ്റ്യൂഡ് ഓർ ഡിഫറെന്റ് ഡയറക്ഷൻ, അങ്ങനെയുള്ളതിനെ വിളിക്കുന്ന പേരാണെന്ത്, unequal vectors. So two vectors whose magnitude is different or direction is different. അങ്ങനെയുള്ളതിനെ വിളിക്കുന്ന പേരാണ് എന്ത്, നമ്മുടെ അൺഈക്വൽ വെക്ടേഴ്സ്. ഇനി അടുത്ത് നോക്കിയാൽ നെഗറ്റീവ് ഓഫ് എ വെക്ടർ. നെഗറ്റീവ് ഓഫ് എ വെക്ടർ എന്ന് പറഞ്ഞാൽ അവിടുത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിന് എന്തായിരിക്കും, നെഗറ്റീവ് ഓഫ് എ വെക്ടർ ഹാസ് സെയിം മാഗ്നിറ്റ്യൂഡ്. രണ്ടിനും എന്താണ്, സെയിം മാഗ്നിറ്റ്യൂഡ് ആണ്, ബട്ട് ഡിഫറെന്റ് ഡയറക്ഷൻ. ഡിഫറെന്റ് ഡയറക്ഷൻ. മനസ്സിലായല്ലോ? ഇപ്പൊ നോക്കിയ ഒരു ഉദാഹരണം കാണിച്ചു തരാം. ഇത് വെക്ടർ എ, ഇതിന്റെ ഡയറക്ഷൻ ഇങ്ങോട്ടാണ്. ഇതിന്റെ മാഗ്നിറ്റ്യൂഡ് റെപ്രസെന്റ് ചെയ്യുന്ന വെക്ടർ എന്ന് എഴുതും. അതിന്റെ അപ്പുറത്ത് ഇപ്പുറത്ത് 2 വര എഴുതും. വെക്ടർ എയുടെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ 5 ആണെങ്കിൽ നോക്കിയേ, ഇതിന്റെ ഡയറക്ഷൻ ഞാൻ ഇങ്ങോട്ട് കൊടുത്തു, ഡയറക്ഷൻ ഇങ്ങോട്ട് കൊടുത്തു. അത് വെക്ടർ ബി ആണ്.
വെക്ടർ ബിയുടെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ എന്ത് എഴുതും? വെക്ടർ ബി എഴുതും, എന്നിട്ട് മാഗ്നിറ്റ്യൂഡ് ഇടും, എന്നിട്ട് എത്രയാ? അതും 5 തന്നെയാണ്. പക്ഷെ ഇത് രണ്ട് ഈക്വൽ ആണെന്ന് പറയാൻ പറ്റുമോ? ഇല്ല, സെയിം മാഗ്നിറ്റ്യൂഡ് ആണ്, പക്ഷെ എന്താണ് ഡിഫറെന്റ് ഡയറക്ഷൻ. ഒരെണ്ണം ഇങ്ങോട്ടും മറ്റേ എന്താ ഇങ്ങോട്ടും. അപ്പൊ ഇവിടെ നമുക്ക് എഴുതാൻ പറ്റത്തില്ല വെക്ടർ എ ഈക്വൽ ടു വെക്ടർ ബി. കാരണം എന്താ? ഇറ്റ് ഹാസ് സെയിം മാഗ്നിറ്റ്യൂഡ് ബട്ട് ഡിഫറെന്റ് ഡയറക്ഷൻ. ഇതിനെന്താണ്? ഡിഫറെന്റ് ഡയറക്ഷൻ ആണ്. അതുകൊണ്ടാണ് നമ്മൾ ഇതിനെ എന്ത് വിളിക്കുന്നത്? നെഗറ്റീവ് ഓഫ് എ വെക്ടർ എന്ന് വിളിക്കുന്നത്. നോക്കി മക്കളെ, നമ്മൾ അടുത്ത് പഠിക്കാൻ വേണ്ടി പോകുന്നത് നൾ വെക്ടർ എന്നാണ്. നൾ വെക്ടർ അതിന് വിളിക്കുന്ന വേറെ പേരാണ് സീറോ വെക്ടർ എന്ന് പറയുന്നത്. ഇത് വേണമെങ്കിൽ പഠിച്ചു വെച്ചോ, കാരണം ഒരു വട്ടം ചോദിച്ചിട്ടുള്ളതാണ് എന്താണ് നൾ വെക്ടർ എന്ന് ചോദിച്ചിട്ടുണ്ട്. എ വെക്ടർ വിത്ത് സീറോ മാഗ്നിറ്റ്യൂഡ് ആൻഡ് ആർബിറ്ററി ഡയറക്ഷൻ. അതിന് മാഗ്നിറ്റ്യൂഡ് ഉണ്ടോ? ഇല്ല, മാഗ്നിറ്റ്യൂഡ് എത്രയാ? 0 ആണ്. അതിന് പ്രത്യേകിച്ച് ഡയറക്ഷൻ ഒന്നും പറയാൻ പറ്റുന്നില്ല. അതുകൊണ്ടാണ് എന്താ ആർബിറ്ററി ഡയറക്ഷൻ എന്ന് പറഞ്ഞിരിക്കുന്നത്. സോ നൾ വെക്ടർ അല്ലെങ്കിൽ സീറോ വെക്ടർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ വെക്ടർ വിത്ത് മാഗ്നിറ്റ്യൂഡ് എത്രയാ? 0. ഓർത്ത് നോക്കുക മക്കളെ അത് കേട്ടോ. മാഗ്നിറ്റ്യൂഡ് 0. ഈ വേർഡ് ഇമ്പോർട്ടന്റ് ആണ്. മാഗ്നിറ്റ്യൂഡ് എത്രയാണ്? 0. അത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വേർഡ്. അപ്പൊ ചോദിച്ചിട്ടുള്ള ഒരു വിഷയം ഒരു കേട്ടോ, നെയിം ദ വെക്ടർ ഹൂസ് മാഗ്നിറ്റ്യൂഡ് ഈസ് 0. അപ്പൊ ഏതാ? നൾ വെക്ടർ. പിന്നെ ഓർക്കുക ഇതിനെ എക്സാമ്പിൾസും ഓർക്കുക. എക്സാമ്പിൾസ് എന്ന് പറഞ്ഞാൽ മാഗ്നിറ്റ്യൂഡ് 0 ആവുന്ന എന്തോ അതെല്ലാം നൾ വെക്ടേഴ്സ്. The displacement of a stationary object. ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞ ഒരു വെക്ടർ ക്വാണ്ടിറ്റി ആണ്. ഒരു സ്റ്റേഷനറി ഒബ്ജക്ട്, സ്റ്റേഷനറി എന്ന് പറയുന്നത് അനങ്ങാതിരിക്കുന്ന ഒരു ഒബ്ജക്റ്റിന്റെ ഡിസ്പ്ലേസ്മെന്റ് എത്രയാ? 0. ഇവിടുത്തെ ഡിസ്പ്ലേസ്മെന്റ് 0 ആണെങ്കിൽ അതിന്റെ ഓട്ടോമാറ്റിക്കലി വെലോസിറ്റി 0 ആകത്തില്ലേ? അപ്പോൾ വെലോസിറ്റി ഓഫ് എ സ്റ്റേഷനറി ഒബ്ജക്ട്. സ്റ്റേഷനറി ഒബ്ജക്ട് എന്ന് പറഞ്ഞാൽ അനങ്ങാതിരിക്കുന്നു. മൂവ് ചെയ്യുന്നുണ്ടോ? ഇല്ല, മൂവ് ചെയ്യാതെ ഇങ്ങനെ ഇരിക്കും. അപ്പൊ അതിന്റെ ഡിസ്പ്ലേസ്മെന്റും വെലോസിറ്റി എന്തായിരിക്കും? 0 ആയിരിക്കും. അപ്പൊ അങ്ങനെയുള്ള വെക്ടേഴ്സിനെ വിളിക്കുന്ന പേരാണ് എന്ത്? നൾ വെക്ടേഴ്സ് അല്ലെങ്കിൽ എന്താണ്? സീറോ വെക്ടർ എന്ന് പറയുന്നത്. അടുത്ത് നോക്കിയ മക്കളെ, കോ ഇനിഷ്യൽ വെക്ടർ. കോ എന്ന് പറഞ്ഞാൽ ഒരേപോലെ, ഇനിഷ്യൽ എല്ലാം ഒരേ രീതിയിൽ സ്റ്റാർട്ട് ചെയ്യുന്നു, ഒരേ പോയിന്റിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടോ? വെക്ടേഴ്സ് ഹാവിംഗ് സെയിം ഇനിഷ്യൽ പോയിന്റ്സ്. ഇവിടുത്തെ പ്രത്യേകത എന്നതാ? ഇനിഷ്യൽ പോയിന്റ്സ് സെയിം ആയിരിക്കും. ഇനിഷ്യൽ എന്ന് പറഞ്ഞാൽ തുടക്കത്തിലത്തെ ആ പോയിന്റ്സ് ഉണ്ടല്ലോ, ആ പോയിന്റ്സ് എന്തായിരിക്കും? സെയിം ആയിരിക്കും. അങ്ങനെയുള്ള വെക്ടേഴ്സിനെ വിളിക്കുന്ന പേരാണ് കോ ഇനിഷ്യൽ വെക്ടേഴ്സ് എന്ന് പറയും. അപ്പൊ കോ ഇനിഷ്യൽ വെക്ടേഴ്സ് എന്ന് പറയുന്നത് വെക്ടേഴ്സ് ഹാവിംഗ് സെയിം ഇനിഷ്യൽ പോയിന്റ്സ്. രണ്ടിന്റെയും എത്രയാണോ ഉള്ളത് അത്രയും എല്ലാത്തിന്റെയും ഇനിഷ്യൽ പോയിന്റ് എന്തായിരിക്കും? സെയിം ആയിരിക്കും. ഇവിടെ നോക്കി ഇതിന്റെ എല്ലാം വെക്ടർ എ, വെക്ടർ ബി, വെക്ടർ സി, വെക്ടർ ഡി അല്ലെ, എല്ലാത്തിന്റെ ഇനിഷ്യൽ പോയിന്റ് ഏതാ? വെക്ടർ എ എന്നല്ലേ? ആണോ? ഈ പോയിന്റിൽ നിന്നല്ലേ? ഓയിൽ നിന്നാണ് എല്ലാം സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ. ഒ ബി, ഒ എ, ഒ സി, ഒ ഡി ഇതെല്ലാം എന്താ സ്റ്റാർട്ട് ചെയ്യുന്നത്? ഓയിൽ നിന്ന്. അപ്പൊ ഇതിന്റെ എല്ലാം പ്രത്യേകത ഇനിഷ്യൽ പോയിന്റ് സെയിം ആയിരിക്കും. ഇനി കോപ്ലനാർ വെക്ടേഴ്സ്. കോപ്ലനാർ എന്ന് പറഞ്ഞാൽ ലൈൻ വെക്ടേഴ്സ് ലൈങ് ഇൻ ദ സെയിം പ്ലെയിൻ. ഒരേ പ്ലെയിനിനുള്ളതാണെങ്കിൽ അതിനെ വിളിക്കുന്ന പേരെന്താ? കോപ്ലനാർ. എന്ന് വെച്ചാൽ സെയിം പ്ലെയിനിനുള്ളത്. സെയിം പ്ലെയിനുള്ള വെക്ടേഴ്സിനെ വിളിക്കുന്ന പേരാണ് എന്ത്? കോപ്ലനാർ വെക്ടേഴ്സ്. ഇതൊന്നും ചോദിച്ചിട്ടില്ല, ഇത് രണ്ടും ഇതുവരെ ചോദിച്ചിട്ടില്ല. പക്ഷെ സീറോ വെക്ടർ എന്നാണ് ചോദിച്ചിട്ടുണ്ട്. സോ മനസ്സിലാക്കുക എന്താണ് സീറോ വെക്ടർ, അതിന്റെ എക്സാമ്പിൾ കൂടെ പഠിച്ചു. അടുത്തത് യൂണിറ്റ് വെക്ടർ എന്നാണ്. യൂണിറ്റ് വെക്ടർ എന്ന് പറഞ്ഞാൽ എ വെക്ടർ വിത്ത് മാഗ്നിറ്റ്യൂഡ് 1. മാഗ്നിറ്റ്യൂഡ് എത്രയായിരിക്കണം? 1 ആയിരിക്കണം, നിർബന്ധമാണ് കേട്ടോ. ഇത് മാഗ്നിറ്റ്യൂഡ് എത്രയായിരിക്കണം? 1 യൂണിറ്റ് ആയിരിക്കണം. അതാണ് യൂണിറ്റ് എന്ന് പറയത്തില്ല, നമ്മൾ യൂണിറ്റ് മാഗ്നിറ്റ്യൂഡ് എന്ന് പറയത്തില്ല. അതായത് മാഗ്നിറ്റ്യൂഡ് എത്രയായിരിക്കണം? 1 ആയിരിക്കണം. അങ്ങനെയുള്ളതിനെ വിളിക്കുന്ന പേരാണ് യൂണിറ്റ് വെക്ടേഴ്സ് എന്ന് പറയുന്നത്. ചില പരീക്ഷയ്ക്കൊക്കെ ചോദിച്ചിട്ടുണ്ട് യൂണിറ്റ് വെക്ടർ എന്നാണ്. നിങ്ങൾ ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് അവിടെ പഠിക്കും. +2 മാത്സിൽ പഠിക്കുന്നുണ്ട് കേട്ടോ. വെക്ടർ എന്ന് പറഞ്ഞ ഒരു ചാപ്റ്റർ തന്നെയുണ്ട്. അടുത്ത നോക്കിയേ, എനി വെക്ടർ ക്യാൻ ബി റെപ്രസെന്റഡ് ആസ് എ പ്രോഡക്റ്റ് ഓഫ് ഇറ്റ്സ് മാഗ്നിറ്റ്യൂഡ് ആൻഡ് ദ യൂണിറ്റ് വെക്ടർ. ഏത് വെക്ടറിനെ ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? അതിന്റെ മാഗ്നിറ്റ്യൂഡ് കൊണ്ടും അതിന്റെ യൂണിറ്റ് വെക്ടർ വെച്ച് റെപ്രസെന്റ് ചെയ്യാം. അപ്പൊ എനിക്കൊരു വെക്ടർ എന്ന് പറയുന്നതിനെ റെപ്രസെന്റ് ചെയ്യണം. അപ്പൊ അതിന് വരെ നമുക്ക് എന്ത് ചെയ്യാം? മാഗ്നിറ്റ്യൂഡ് എഴുതുക. മാഗ്നിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ എന്താ? മോഡുലസ് ഇടും. രണ്ടിന്റെ സൈഡിൽ അപ്പുറത്തും ഇപ്പുറത്തും വരാം. പിന്നെ ഒരു വെക്ടർ സിമ്പൽ ഇടും. എ എഴുതുക, അതിന് മേളിൽ വര ഇടുക, രണ്ട് വര. ഇതാണ് മോഡുലസ്. ഇന്റെ യൂണിറ്റ് വെക്ടർ. യൂണിറ്റ് വെക്ടർ എന്ന് പറഞ്ഞാൽ എന്താ? എ ഇടുക, ക്യാപ്പ് ഇടുക. കണ്ടോ? ഇതിനെ വിളിക്കുന്ന പറഞ്ഞ ക്യാപ്പ്. മേളിൽ ഇങ്ങനെ എഴുതുന്നതിന് പറയുന്ന പറഞ്ഞ ക്യാപ്പ്. കേട്ടോ? അപ്പൊ നോക്കിയേ, വെക്ടർ എ ഈസ് ഈക്വൽ ടു മോഡുലസ് ഓഫ് വെക്ടർ എ ഇൻറ്റു എ ക്യാപ്പ്. ഇതാണ് യൂണിറ്റ് വെക്ടർ. എ ക്യാപ്പ് എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? യൂണിറ്റ് വെക്ടർ. എ ക്യാപ്പ് എന്ന് പറഞ്ഞാൽ യൂണിറ്റ് വെക്ടർ. മനസ്സിലായല്ലോ? അപ്പൊ ഇതിനകത്ത് നിന്ന് എ ക്യാപ്പ് എന്ന് പറഞ്ഞാൽ എന്ത് വരും? എ ക്യാപ്പ് എന്ന് പറഞ്ഞാൽ ആദ്യം അപ്പുറത്തെ സൈഡിലുള്ളത് വെക്ടർ എ, പിന്നെ ഡിവൈഡഡ് ബൈ, ഇവിടെ എ മൾട്ടിപ്ലൈ അല്ലേ, ഡിവൈഡഡ് ബൈ മോഡുലസ് ഓഫ് വെക്ടർ എ. അപ്പൊ വെക്ടർ ബി ക്യാപ്പ് എന്ന് ചോദിച്ചാൽ എന്ത് വരും? വെക്ടർ ബിയുടെ മോഡുലസ് അല്ല, വെക്ടർ ബി ഡിവൈഡഡ് ബൈ എന്നതാ? വെക്ടർ ബിയുടെ മോഡുലസ്. മനസ്സിലായല്ലോ? അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്തത്? യൂണിറ്റ് വെക്ടേഴ്സ് റെപ്രസെന്റ് ചെയ്തത്. അത് എങ്ങനെയാണ് ഇതിന്റെ എക്സാമ്പിൾ ഒക്കെ ഞാൻ പറഞ്ഞുതരാം കേട്ടോ. ഒരു എക്സാമ്പിൾ ഞാൻ കാണിച്ചു തരാം. യൂണിറ്റ് വെക്ടർ എങ്ങനെയാ എഴുതുന്നത്. അതിനിടയ്ക്ക് നിങ്ങൾക്ക് ക്യാപ്പ് ഒക്കെ എന്നാന്നുണ്ട്, അത് ഞാൻ അടുത്ത ഇത് കഴിഞ്ഞ ഉടനെ പറഞ്ഞു. പക്ഷെ ഇത് യൂണിറ്റ് വെക്ടർ വന്നുകൊണ്ട് ഒരു എക്സാമ്പിൾ. ഇപ്പൊ ഒരു എക്സാമ്പിൾ വെച്ചാൽ റൈറ്റ് ദ യൂണിറ്റ് വെക്ടർ ഓഫ്
യൂണിറ്റ് വെക്ടർ ഓഫ് 3i plus 4j plus 2k. 3i plus 4j plus 2k ഇതിന്റെ യൂണിറ്റ് വെക്ടർ ഏതാന്ന് ചോദിക്കും. അപ്പം ഇതാണ് നമ്മുടെ വെക്ടർ. ഇപ്പൊ വെക്ടർ എ എന്ന് പറഞ്ഞാൽ വന്നിട്ടുണ്ട് എന്താ? വെക്ടർ എ എന്ന് പറഞ്ഞാൽ വന്നിട്ടുണ്ട് ഏതാ? 3i plus 4j ക്യാപ്പ് നമ്മൾ ഇടണേ. ഇത് ഈ ijk ഇതിനെ വിളിക്കുന്ന പേരാണ് ഓർത്തോഗണൽ യൂണിറ്റ് വെക്ടേഴ്സ്. ijk നെ വിളിക്കുന്ന പേരാണ് ഓർത്തോഗണൽ യൂണിറ്റ് വെക്ടേഴ്സ്. കേട്ടോ, ഇത് പഠിച്ചു വെച്ചേക്കണം. ചോദിച്ചിട്ടുള്ള ഒരു വട്ടം പരീക്ഷയ്ക്ക് ijk എന്ന് പറഞ്ഞാൽ എന്താ? ഓർത്തോഗണൽ യൂണിറ്റ് വെക്ടർ. വെക്ടർ ഐ എന്ന് പറഞ്ഞാൽ എങ്ങോട്ടുള്ള യൂണിറ്റ് വെക്ടർ? എക്സ് ആക്സിസിലേക്കുള്ളത്. വെക്ടർ ഐ എന്ന് പറയുന്നത് എക്സ് ആക്സിസിലേക്കുള്ള യൂണിറ്റ് വെക്ടർ. ജെ ക്യാപ്പ് എന്ന് പറഞ്ഞാൽ വൈ ആക്സിസിലേക്കുള്ള യൂണിറ്റ് വെക്ടർ. അതേപോലെ കെ ക്യാപ്പ് എന്ന് പറഞ്ഞാൽ എന്താ? ഇസഡ് ആക്സിസിലേക്കുള്ള യൂണിറ്റ് വെക്ടർ. മനസ്സിലായല്ലോ? ഐ ക്യാപ്പ് എന്ന് പറഞ്ഞാൽ എക്സ് ആക്സിസിലേക്കുള്ളത്, ജെ ക്യാപ്പ് എന്ന് പറഞ്ഞാൽ വൈ ആക്സിസിലേക്കുള്ളത്, കെ ക്യാപ്പ് എന്ന് പറഞ്ഞാൽ ഇസഡ് ആക്സിസിലേക്കുള്ളത്. അപ്പൊ നോക്കി, റൈറ്റ് ദ യൂണിറ്റ് വെക്ടർ ഓഫ് 3i plus 4j plus 2k എന്ന് പറഞ്ഞാൽ ആദ്യമേ ഇതാണ് വെക്ടർ എ അല്ലെ? വെക്ടർ എ തന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന്റെ മോഡുലസ് കാണാം. അതായത് വെക്ടർ എയുടെ മോഡുലസ് എന്ന് പറഞ്ഞാൽ ഇത്രേ ഉള്ളൂ. നമ്മൾ റൂട്ട് ഓഫ് ഇടുക. മോഡുലസ് എന്ന് പറഞ്ഞാൽ റൂട്ട് ഓഫ് ഇടുക, എന്നിട്ട് ഇതിന്റെ സ്ക്വയർ, ഓരോന്നിന്റെയും കോഎഫിഷ്യന്റ് 3 square plus 4 square plus 2 square. കണ്ടോ? 3 square plus 4 square plus 2 square. അപ്പൊ റൂട്ട് ഓഫ് ഇടുക, ഓരോന്നിന്റെയും കോഎഫിഷ്യന്റ് സ്ക്വയർ. 3യുടെ സ്ക്വയർ 9, 4 സ്ക്വയർ 16, 2ന്റെ സ്ക്വയർ 4, 16 4 20, 20 9 എത്രയാ? റൂട്ട് 29 കിട്ടും. അപ്പൊ ഇതാണ് വെക്ടർ എയുടെ മോഡുലസ്. ഇതിനെ വിളിക്കുന്ന പേരാ മോഡുലസ് ഓഫ് വെക്ടർ എ. മോഡുലസ് ഓഫ് വെക്ടർ എ. ഇനി നോക്കി, നമുക്ക് വേണ്ടത് യൂണിറ്റ് വെക്ടർ, അതായത് എ ക്യാപ്പ് ആ വേണ്ടത്. ഇപ്പൊ എന്താ? വെക്ടർ എ ഡിവൈഡഡ് ബൈ മോഡുലസ് എ. നോക്കിയേ, വെക്ടർ എന്ന് പറഞ്ഞാൽ ഏത്? ആദ്യത്തെ തന്നിരിക്കുന്ന വെക്ടർ 3i plus 4j plus 2k ഡിവൈഡഡ് ബൈ മോഡുലസ് എ. മോഡുലസ് എ എന്ന് പറഞ്ഞാൽ എത്ര? റൂട്ട് 29. അപ്പൊ നമുക്ക് ടോട്ടൽ ആയിട്ട് റൂട്ട് 29 എഴുതാം, അല്ലെങ്കിൽ എന്താ ഓരോന്നിനും റൂട്ട് 29 കൊടുക്കും. അപ്പൊ രണ്ട് എഴുതിയാലും ശരിയാണ്. മനസ്സിലായല്ലോ? ഇതാണ് അപ്പൊ എന്ത്? യൂണിറ്റ് വെക്ടർ എന്ന് പറഞ്ഞാൽ. അപ്പൊ യൂണിറ്റ് വെക്ടർ എന്ന് പറഞ്ഞാൽ എന്താ? ആദ്യം തന്നിരിക്കുന്ന വെക്ടർ എഴുതുക, ഡിവൈഡഡ് ബൈ ഇതിന്റെ മോഡുലസ്. മോഡുലസ് എന്താണെന്ന് മനസ്സിലായല്ലോ? മോഡുലസ് എന്ന് പറഞ്ഞാൽ റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് സി സ്ക്വയർ. ആദ്യത്തെ സ്ക്വയർ പ്ലസ് ബി, രണ്ടാമത്തെ സ്ക്വയർ പ്ലസ് മൂന്നാമത്തെ സ്ക്വയർ. കണ്ടോ? ഇതാണ് ijk നെ വിളിക്കുന്ന പേരിന ഓർത്തോഗണൽ യൂണിറ്റ് വെക്ടേഴ്സ് എന്ന് പറയും. കേട്ടോ, ഓർത്തോഗണൽ യൂണിറ്റ് വെക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ യൂണിറ്റ് വെക്ടർ എലോങ് എക്സ് ആക്സിസ്. അപ്പൊ ഇത് യൂണിറ്റ് വെക്ടർ എലോങ് എക്സ് ആക്സിസ്. യൂണിറ്റ് വെക്ടർ എലോങ് എക്സ് ആക്സിസ്. യൂണിറ്റ് വെക്ടർ എലോങ് എക്സ് ആക്സിസ് ചോദിച്ചാൽ ഏതാ? ഐ ക്യാപ്പ്. യൂണിറ്റ് വെക്ടർ എലോങ് വൈ ആക്സിസ് ചോദിച്ചാൽ ഏതാ? ജെ ക്യാപ്പ്. യൂണിറ്റ് വെക്ടർ എലോങ് എക്സ് ഇസഡ് ആക്സിസ് ചോദിച്ചാൽ ഏതാ? ഇസഡ് ക്യാപ്പ്, സോറി കെ ക്യാപ്പ്. മനസ്സിലായല്ലോ? അപ്പൊ ijk എന്ന് പറഞ്ഞാൽ മനസ്സിലായല്ലോ? ഇതൊക്കെയാണ് നമ്മള് വെക്ടേഴ്സിനകത്ത് നിന്ന് പഠിക്കുന്ന കൂടുതൽ കാര്യം. ഇനി നമുക്ക് എന്ത് ചെയ്യണം? പ്രൊജക്ടൈൽ മോഷൻ ഒക്കെ പഠിക്കാനുണ്ട്. അപ്പൊ ഓർത്ത് വെക്കുക, യൂണിറ്റ് വെക്ടർ എലോങ് എക്സ് ആക്സിസ് ചോദിച്ചാൽ ഏതാ? യൂണിറ്റ് വെക്ടർ എലോങ് എക്സ് ആക്സിസ് ചോദിച്ചാൽ എക്സ് ആക്സിസിലേക്കുള്ള യൂണിറ്റ് വെക്ടർ ചോദിച്ചാൽ ഏതാ? ഐ ക്യാപ്പ്. എലോങ് വൈ ആക്സിസ് ചോദിച്ചാലോ? ജെ ക്യാപ്പ്. എലോങ് ഇസഡ് ആക്സിസ് ചോദിച്ചാലോ ഏതാ? കെ ക്യാപ്പ്. മനസ്സിലായല്ലോ? ഇതെല്ലാം എന്താ? യൂണിറ്റ് വെക്ടർ. യൂണിറ്റ് വെക്ടർ എല്ലാം എക്സ് വൈ ഇസഡ് ആക്സിസ്. ഓർക്കുക, ഈ ijk നെ വിളിക്കുന്ന പേരാണ് ijk വിളിക്കുന്ന പേരാണ് ഓർത്തോഗണൽ യൂണിറ്റ് വെക്ടേഴ്സ്. എന്നെ വിളിക്കുന്നത് ഓർത്തോഗണൽ യൂണിറ്റ് വെക്ടേഴ്സ്. മനസ്സിലായല്ലോ? ഇതിനെ വിളിക്കുന്ന പേരാണ് ഓർത്തോഗണൽ യൂണിറ്റ് വെക്ടേഴ്സ്. അപ്പോൾ സംഭവം ക്ലിക്കായേ. ഇനി നേരെ നമ്മുടെ ഫസ്റ്റ് ടോപ്പിക് കഴിഞ്ഞു. ഇനി എന്താ? പ്രൊജക്ടൈൽ മോഷൻ ഉണ്ട്. പ്രൊജക്ടൈൽ മോഷനിൽ നമ്മൾ കൂടുതലായിട്ട് പഠിക്കുന്നത് എന്നതാ? അതിന്റെ അകത്ത് നമ്മൾ പഠിക്കാൻ പോകുന്നത് കൂടുതലും പ്രൂഫ്. ആ പ്രൂഫ് ഒക്കെയാണ് പരീക്ഷയ്ക്ക് ചോദിക്കുന്നത്. ഓക്കെ മക്കളെ, എന്താണ് പ്രൊജക്ടൈൽ മോഷൻ? അടുത്ത നമ്മൾ പ്രൊജക്ടൈൽ മോഷൻ എന്ന് പറഞ്ഞ ടോപ്പിക് ആണ്. എന്താണ് പ്രൊജക്ടൈൽ മോഷൻ എന്നൊന്നും ബൈ ഹാർട്ട് ചെയ്യരുത്. ബൈ ഹാർട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് പഠിക്കേണ്ടത് മനസ്സിലാക്കുക. അതിനകത്ത് കുറച്ച് ടേംസ് ഉണ്ട്, അതൊക്കെ കാര്യങ്ങൾ മനസ്സിലാക്കിയാൽ മതി. അല്ലാതെ എന്താണ് പ്രൊജക്ടൈൽ മോഷൻ എന്ന് ഓർക്കണ്ട. പ്രൊജക്ടൈൽ മോഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഓർക്കുക, ഇപ്പൊ നടക്കുന്ന സംഭവങ്ങൾ എന്തൊക്കെയാ? ടോക്കിയോ ഒളിമ്പിക്സ് നടക്കും അല്ലെ? ഇപ്പൊ ഒളിമ്പിക്സിൽ ആരാ? നിങ്ങൾ പോയി ഇന്ത്യനെ റെപ്രസെന്റേറ്റ് പോയി നിങ്ങൾ ചെയ്തിട്ട് എന്തെറിയുക? ജാവലിംഗ് ത്രോ എറിയുക അല്ലെ? ജാവലിംഗ് ത്രോ എറിയുമ്പോൾ അത് പോകുന്ന ഒരു മൂവ്മെന്റ് ഇല്ല, കണ്ടോ? ജാവലിംഗ് ഇങ്ങനെ എറിയോ, നേരെ മേളിലോട്ട് പോകും, നേരെ മേളിലോട്ട് പോയി എന്താ? താഴ്ത്തു അല്ലെ? നേരെ ഇങ്ങനെ നേരെ മുകളിൽ പോകും, ഒരു ഹയസ്റ്റ് പൊസിഷനകത്ത് വീണ്ടും താഴെ ഒന്നിങ്ങനെ കുത്തിയിരിക്കും അല്ലെ? അപ്പൊ അങ്ങനെയുള്ളതിന് വിളിക്കുന്ന പേരാ, അതായത് ആ ടൈപ്പ് ഓഫ് മോഷനെ വിളിക്കുന്ന പേരാണ് എന്ത്? പ്രൊജക്ടൈൽ മോഷൻ. ആ പ്രൊജക്ടൈൽ മോഷനിലെ പ്രത്യേകത എന്നതാ? നമ്മളൊരു വെലോസിറ്റി കൊടുക്കും അല്ലെ? നമ്മളൊരു വെലോസിറ്റിയിൽ എറിയും, ഒരു ഇനിഷ്യൽ വെലോസിറ്റി കൊടുക്കും. പിന്നെ അത് പോകുന്ന എന്തിന്റെ പ്രസൻസിലാ? ഗ്രാവിറ്റിയുടെ പ്രസൻസിലാ. എന്തിന്റെ പ്രസൻസിലാ? ഗ്രാവിറ്റിയുടെ പ്രസൻസിലാ. സോ എ ബോഡി വിച്ച് ഈസ് ത്രോൺ ഇൻ ടു സ്പേസിലേക്കാണല്ലോ അറിയുന്നത്, വിത്ത് സം ഇനിഷ്യൽ വെലോസിറ്റി. ഒരു ഇനിഷ്യൽ വെലോസിറ്റി കൊടുക്കും, ആൻഡ് ദെയർ ആഫ്റ്റർ ഇറ്റ് മൂവ്സ് അണ്ടർ ഓൺലി എഫക്ട് ഓഫ് ഗ്രാവിറ്റി. മനസ്സിലായല്ലോ? ഗ്രാവിറ്റിയുടെ പ്രസൻസിൽ എന്ത് ചെയ്യുന്നു? എറിയുന്നു. ഇപ്പൊ മനസ്സിലായല്ലോ? ഇതിന് എക്സാമ്പിൾ ഏതൊക്കെയാ? ജാവലിംഗ് ത്രോ, പിന്നെ ബുള്ളറ്റ് ഫയർഡ് ഫ്രം റിഫിൽ. നമ്മൾ എന്ത് ചെയ്യുന്നു? വെടിവെക്കുന്നു. വെടിവെക്കാൻ നേരത്തെ എന്ത് ചെയ്യുന്നു? ഇങ്ങനെ പൊങ്ങിയിട്ടാണ് ഒരു സ്ഥലത്തോട്ട് പോകുന്നത് അല്ലെ? കറക്റ്റ് നമ്മളൊക്കെ വെടിവെച്ചാൽ കറക്റ്റ് പൊസിഷനിലൊന്നും എത്തണമെന്നൊന്നും ഇല്ല അല്ലെ?
അത്രയ്ക്കും എക്സ്പെർട്ട് ഉള്ളവർക്കേ ഉള്ളൂ. കാരണം അവിടെ എന്തുണ്ട് പ്രൊജക്ടൈൽ മോഷൻ വരുന്നുണ്ട്. പിന്നെ എ സ്റ്റോൺ ത്രോൺ ഹൊറിസോണ്ടലി ഫ്രം ദ ടോപ്പ് ഓഫ് ബിൽഡിംഗ്, ഒരു ബിൽഡിങ്ങിന്റെ ടോപ്പിൽ നിന്ന് എന്ത് ചെയ്യുന്നത്, ആ ഒരു കല്ലിൽ എത്തിറിയും. അപ്പൊ അതും എന്ത് ചെയ്യും, ഇങ്ങനെ നേരെ പൊങ്ങി പോയിട്ട് താഴോട്ടാണ് വീഴുന്നത് അല്ലെ. അപ്പൊ ആ ടൈപ്പ് ഓഫ് മോഷൻ വിളിക്കുന്ന പേരാണെന്ത്, പ്രൊജക്ടൈൽ മോഷൻ എന്ന് പറയുന്നത്. അപ്പൊ പ്രൊജക്ടൈൽ മോഷൻ മനസ്സിലായല്ലോ. കേട്ടോ, നമ്മളിത് ഇവിടെ ഒരു ഗ്രാഫ് വരച്ചിട്ടുണ്ട് കേട്ടോ. ഈ ടൈപ്പ് ഓഫ് മോഷൻ വിളിക്കുന്ന പേരാണെന്ത്, പ്രൊജക്ടൈൽ മോഷൻ എന്ന് പറയുന്നത്. അപ്പൊ പ്രൊജക്ടൈൽ മോഷൻ എന്ന് പറഞ്ഞാൽ a body which is thrown into space with some initial velocity and thereafter it moves only under the effect of gravity. ഇനി ചോദിക്കുന്നു, ഇതിനകത്ത് ചോദിക്കുന്നത് ഉറപ്പ് ക്വസ്റ്റ്യൻ ആണ്. നോക്കിയേ, what is the trajectory, what is the trajectory or path of the projectile. ട്രജക്ടറി എന്നായിരിക്കും മിക്കവാറും ചോദിക്കുന്നത് കേട്ടോ. ഈ പ്രൊജക്ടൈൽ മോഷന്റെ പാത്തിനെ വിളിക്കുന്ന പേര് കേട്ടോ, പ്രൊജക്ടൈൽ മോഷന്റെ പാത്ത്. അതായത് പ്രൊജക്ടൈൽ മോഷൻ പോകുന്ന ഈ ഒരു ഷേപ്പിലല്ലേ, ഈ ഒരു ഷേപ്പിനെ വിളിക്കുന്ന പേരെന്നാണ്, അതിന്റെ പേരാണെന്ത്, പരാബോള. എന്താണ്, പരാബോള. ഏതാണ് പരാബോള? ഓർക്കുക, വാട്ട് ഈസ് ദ ഷേപ്പ് അല്ലെങ്കിൽ പാത്ത് ഓഫ് ദ പ്രൊജക്ടൈൽ എന്ന് ചോദിച്ചാൽ ഏതാ, ട്രജക്ടറി ഓഫ് ദ പ്രൊജക്ടൈൽ ചോദിച്ചാൽ ഏതാ, പരാബോള. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, ഇത് ചോദിക്കാറുണ്ട് കേട്ടോ, ഇത് കുറെ വട്ടം ചോദിക്കാറുണ്ട്. പിന്നെ ഈ പ്രൊജക്ടൈൽ മോഷനിൽ കോൺസ്റ്റന്റ് ആയിട്ടുള്ള എന്ത് പ്രൊജക്ടൈൽ മോഷനിൽ കോൺസ്റ്റന്റ് ആയിട്ടുള്ള, ഇൻ പ്രൊജക്ടൈൽ മോഷൻ വിച്ച് ക്വാണ്ടിറ്റി ഈസ് കോൺസ്റ്റന്റ്, ഏത് ക്വാണ്ടിറ്റി ആണ് കോൺസ്റ്റന്റ് ആയിട്ടുള്ളതെന്ന് ചോദിക്കാം. ഏതാ, ഹൊറിസോണ്ടൽ വെലോസിറ്റി. ഏതാണ് കോൺസ്റ്റന്റ് ആയിട്ടുള്ളത്, ഹൊറിസോണ്ടൽ വെലോസിറ്റി. ഹൊറിസോണ്ടൽ വെലോസിറ്റി അല്ലെങ്കിൽ ഹൊറിസോണ്ടൽ സ്പീഡ് എന്താണ്, കോൺസ്റ്റന്റ് ആണ് ത്രൂ ഔട്ട് ദ മോഷൻ. ഓർക്കുക, ത്രൂ ഔട്ട് ദ മോഷൻ ഹൊറിസോണ്ടൽ വെലോസിറ്റി ഈസ് കോൺസ്റ്റന്റ് ത്രൂ ഔട്ട് ദ മോഷൻ. ഇത് രണ്ടും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻസ് ആണ്. ഏതാണ്, ഇത് പരാബോളിക് പാത്താണ്. പിന്നെ പ്രൊജക്ടൈൽ മോഷനിൽ കോൺസ്റ്റന്റ് ആയിട്ടുള്ള ഏതാണ്, പ്രൊജക്ടൈൽ മോഷനിൽ കോൺസ്റ്റന്റ് ആയിട്ടുള്ളതാണ് ഏതാ, ഹൊറിസോണ്ടൽ. നോക്കി മക്കളെ, നമ്മളൊരു പ്രൊജക്ടൈൽ മോഷന്റെ ഒരു പിക്ചർ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. നോക്കി, നമ്മളൊരു എത്ര വി വെലോസിറ്റിയിൽ എറിയുന്നത്, ഏത് വെലോസിറ്റിയിലാ അല്ലെ, വേണ്ട യു വെലോസിറ്റി. ഇനിഷ്യൽ വെലോസിറ്റി എത്രയാ, യു ഇനിഷ്യൽ വെലോസിറ്റിയിൽ ഞാൻ എറിയുന്നു. നോക്കി, എറിയുമ്പോൾ നമുക്കറിയാം ഒരു വെക്ടർ ക്വാണ്ടിറ്റി ആണ് ഈ വെലോസിറ്റി എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് അതിനെ എന്ത് ചെയ്യാം, റിസോൾവ് ചെയ്യാൻ പറ്റും. റിസോൾവിംഗ് എന്ന് പറഞ്ഞാൽ അതിന് ഒരു എക്സ് കോമ്പോണന്റ് വാക്കി എഴുതാൻ പറ്റും, വൈ കോമ്പോണന്റ്. ഇപ്പൊ ഈ എറിയുന്ന ആംഗിൾ തീറ്റ, എറിയുന്ന ആംഗിൾ ഏതാ, തീറ്റ. അപ്പൊ തീറ്റയോട് കൂട് അടുത്ത് ചേർന്നിട്ടുള്ളതാണ് യു കോസ് തീറ്റ എന്ന് പറഞ്ഞാൽ, അതാണ് യു കോസ് തീറ്റ. ഹൊറിസോണ്ടൽ കമ്പോണന്റ് കണ്ടോ, ഹൊറിസോണ്ടൽ ഡയറക്ഷനുള്ള വെലോസിറ്റിയുടെ കമ്പോണന്റ്, ഇനിഷ്യൽ വെലോസിറ്റിയുടെ കമ്പോണന്റ് ആണ് ഇത് യു കോസ് തീറ്റ. ആ സമയത്ത് വെർട്ടിക്കൽ ഡയറക്ഷൻ ആണെങ്കിൽ നമ്മൾ എന്ത് പറയും, യു സൈൻ തീറ്റ, വൈ കമ്പോണന്റ്. അപ്പൊ എക്സ് കമ്പോണന്റ് യു കോസ് തീറ്റയും വൈ കമ്പോണന്റ് എന്താ, യു സൈൻ തീറ്റ. മനസ്സിലായല്ലോ, ഇതാണ് വൈ, ഇതാണ് എന്ത്, എക്സ് ആക്സിസ്. എക്സ് ആക്സിസിലേക്കുള്ള കമ്പോണന്റ് യു കോസ് തീറ്റ, വൈ ആക്സിസിലേക്കുള്ള കമ്പോണന്റ് എന്താ, യു സൈൻ തീറ്റ. ഇതിൽ ഏതാണ് കോൺസ്റ്റന്റ്, നമ്മൾ പറഞ്ഞു ത്രൂ ഔട്ട് ദ മോഷൻ ഫുൾ കൺസിഡർ ചെയ്യുവാണെങ്കിലും യു കോസ് തീറ്റ റിമൈൻസ് കോൺസ്റ്റന്റ്. യു കോസ് തീറ്റ എന്ന് പറയുന്നത് ഹൊറിസോണ്ടൽ കമ്പോണന്റ് ഓഫ് ദ വെലോസിറ്റി, ഹൊറിസോണ്ടൽ വെലോസിറ്റി. മനസ്സിലായല്ലോ, അല്ലെങ്കിൽ ഹൊറിസോണ്ടൽ കമ്പോണന്റ് ഓഫ് ദ വെലോസിറ്റി എന്തായിരിക്കും, കോൺസ്റ്റന്റ് ആയിരിക്കും. പക്ഷേ യു സൈൻ തീറ്റ വെർട്ടിക്കൽ കമ്പോണന്റ് എന്തായിരിക്കും, ചേഞ്ച് ചെയ്യും. വെർട്ടിക്കൽ കമ്പോണന്റ് എന്തായിരിക്കും, ചേഞ്ച് ചെയ്യും. അറിയാലോ. ഇനി മാക്സിമം ഹൈറ്റ് ഇവിടെ എത്തി, മാക്സിമം ഹൈറ്റിൽ എത്തിക്കഴിഞ്ഞിട്ട് താഴോട്ട് വീഴുന്നത്. മാക്സിമം ഹൈറ്റിൽ വെലോസിറ്റി കാണുമോ, ഇല്ലല്ലോ. നമ്മൾ ഏതൊരു സാധനം പറഞ്ഞാൽ ഏറ്റവും മാക്സിമം ഹൈറ്റിൽ എത്തിക്കഴിയുമ്പോൾ എന്ത് ചെയ്യും, വെലോസിറ്റി സീറോ ആവും. അപ്പൊ ഈ മാക്സിമം ഹൈറ്റിൽ എന്തായിരിക്കും, വി ബൈ എന്ന് പറയുന്നത് എന്തായിരിക്കും, സീറോ ആയിരിക്കും. മനസ്സിലായല്ലോ. പിന്നെ അതേപോലെ ആക്സിലറേഷന്റെ പ്രത്യേകത, ആക്സിലറേഷൻ എന്തിനോട് ഈക്വൽ ആ, ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ആണ്. അത് നെഗറ്റീവ് ജിയോടാണ് ഈക്വൽ. കാരണം നമ്മൾ മെഗിലോട്ടാണ് എറിയുന്നത്, മെഗിലോട്ട് എറിയുന്നു, ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി അങ്ങോട്ടാ, താഴോട്ടാ. മേളിലോട്ട് എറിയുന്നു, അപ്പൊ താഴോട്ടാണ് എന്ത്, ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. അപ്പൊ എ ഈസ് ഈക്വൽ ടു എന്താണ്, മൈനസ്. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ പ്രൊജക്ടൈൽ മോഷനിൽ ഓർത്തിരിക്കേണ്ടത്. ഇനി 3 ഡെറിവേഷൻസ് ഉണ്ട്. ആ ഡെറിവേഷനിലാണ് നിങ്ങൾ കൂടുതലായിട്ടും കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ആ 3 ഡെറിവേഷൻസ് നമുക്ക് മക്കളെ. ഒന്നാമത്തെ ഡെറിവേഷൻ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഡെറിവേഷൻ ആണ്, പഠിച്ചു വെക്കണം കേട്ടോ. ഇത് പഠിക്കാതെ ഒന്നും വേറെ ഈ ചാപ്റ്ററിൽ വേറെ ഒന്നും പഠിച്ചിട്ട് കാര്യമില്ല. ഈ 3 ഡെറിവേഷൻസ് അതേപടി ചോദിച്ചു. obtain an expression for time of flight എന്ന് ചോദിക്കാം, obtain an expression for horizontal range എന്നൊക്കെ ചോദിക്കാം. സോ ഇതെല്ലാം ബൈ ഹാർട്ട് ചെയ്ത് പഠിച്ചേക്കണം, മനസ്സിലാക്കി ബൈ ഹാർട്ട് ചെയ്ത് നോക്കിയേ. ടൈം ഓഫ് ഫ്ലൈറ്റ് ടി, ടൈം ഓഫ് ഫ്ലൈറ്റിനെ റെപ്രസെന്റ് ചെയ്യുന്നതാണ് ടി. ടൈം ഓഫ് ഫ്ലൈറ്റ്, ഫ്ലൈറ്റിന് എടുക്കുന്ന ടൈം, ഇത്രേ ഉള്ളൂ. ഫ്ലൈറ്റിന് എടുക്കുന്ന ടൈം. ഫ്ലൈറ്റ് എന്ന് പറഞ്ഞാൽ എന്തിന്റെ ഫ്ലൈറ്റ്, ആ പ്രൊജക്ടൈൽ അല്ലെ, നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്ന മൊത്തം പ്രൊജക്ടൈൽ അല്ലേ. അപ്പൊ പ്രൊജക്ടൈൽ ഫ്ലൈറ്റ് ചെയ്യാനായിട്ട് എടുക്കുന്ന ടൈം. ഫ്ലൈറ്റ് എന്ന് പറയുന്നത് ഇങ്ങനെ പൊങ്ങിപ്പോയി എന്നിട്ട് എന്ത് ചെയ്യുക, താഴെ വീഴണം. അപ്പൊ ആ താഴെ വീഴുന്ന വരെ എടുക്കുന്ന ടൈം, അതിനെ വിളിക്കുന്ന പേരാണ് എന്ത്, ടൈം ഓഫ് ഫ്ലൈറ്റ്. കണ്ടത്. ഇപ്പൊ ഇങ്ങനെ ഒരു ഗ്രാഫ് വരയ്ക്കുവാണെങ്കിൽ നോക്കിയേ, ഇതല്ലേ ഗ്രാഫ്, എക്സ് ആക്സും ഉണ്ട് വൈ ആക്സും ഉണ്ട്. ഇങ്ങനെ ഇതിങ്ങനെ പൊങ്ങി ഏറ്റവും ഹൈറ്റിലെത്തി, അതിനുശേഷം താഴെ വന്നു. ഇപ്പൊ പൊങ്ങി താഴെ തിരിച്ചു വന്നു. ഇതിനെടുക്കുന്ന ടൈമിനെ വിളിക്കുന്ന പേരാണ് എന്ത്, ടൈം ഓഫ് ഫ്ലൈറ്റ്. അപ്പൊ എത്ര ഹൈറ്റിലാണ് പോയത്, മാക്സിമം ഹൈറ്റ്
h കേട്ടോ, മാക്സിമം ഹൈറ്റ്. ഇതാണ് ഇതിന്റെ റേഞ്ച് എന്ന് പറയും. ഇവിടെ തൊട്ട് ഇവിടം വരെ അതാണ് റേഞ്ച് കേട്ടോ. അപ്പൊ നമുക്ക് വേണ്ടത് ടൈം ഓഫ് ഫ്ലൈറ്റ്. ഇവിടെ സ്റ്റാർട്ടിങ് തൊട്ട് ഇനിഷ്യൽ തൊട്ട് ഇങ്ങനെ പോയി ഇവിടം വരെ എത്തണം, മാക്സിമം ഡിസ്റ്റൻസ് കവർ ചെയ്യണം. ഇതിനെ വിളിക്കുന്ന പേരാണ് എന്ത്? ടൈം ഓഫ് ഫ്ലൈറ്റ് എന്ന് പറയുന്നത്. അപ്പൊ ടൈം ഓഫ് ഫ്ലൈറ്റ് ഇക്വേഷൻ ആണ് നമുക്ക് ഡിറൈവ് ചെയ്ത് എടുക്കേണ്ടത്. നോക്കിയേ, ടൈം ഓഫ് ഫ്ലൈറ്റ് പറയുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം. നമ്മൾ ഇവിടെ എടുക്കുന്നത് വെർട്ടിക്കൽ ആയിട്ടുള്ളതാണ്. നമ്മൾ മിക്ക കേസിലും എടുക്കുന്ന എന്താണ്? വെർട്ടിക്കൽ കമ്പോണൻസ് ആണ് എടുക്കുന്നത്. വെർട്ടിക്കൽ ഡിസ്പ്ലേസ്മെന്റ് എത്ര ഇവിടെ? വെർട്ടിക്കൽ ഡിസ്പ്ലേസ്മെന്റ് അതായത് വെർട്ടിക്കൽ ആയിട്ട് വല്ല ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടോ? ഇല്ല, സത്യം പറഞ്ഞാൽ ഇല്ല. അതായത് മുകളിൽ വരെ പോയി, ഹൈറ്റ് വരെ പോയപ്പോ ഇവിടം വരെ ഉണ്ട് ഡിസ്പ്ലേസ്മെന്റ്, പക്ഷെ അതിന്റെ തിരിച്ച് താഴോട്ട് തന്നെയാണ് വീണത്. അപ്പൊ ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടോ? വെർട്ടിക്കൽ ആയിട്ടുള്ള ഡിസ്പ്ലേസ്മെന്റ് ഇല്ല. ഹൊറിസോണ്ടൽ ഡിസ്പ്ലേസ്മെന്റ് ഉണ്ട്, പക്ഷെ വെർട്ടിക്കൽ മുകളിലോട്ട് പൊക്കത്തിലുണ്ടോ? ഇല്ല. നേരെ എറിഞ്ഞ സാധനം പൊക്കത്തിൽ പോയി അതിനോട് താഴെ തന്നെയാണ് വന്ന് വീണത്. താഴെ തന്നെ വീഴുമ്പോൾ ഹൈറ്റ് ഇല്ല, അപ്പൊ താഴെ തന്നെ വീണു. ഒന്നുകൊണ്ട് ഡിസ്പ്ലേസ്മെന്റ് എത്രയാ? 0. ഓക്കെ. അപ്പൊ ഇനിഷ്യൽ വെലോസിറ്റി, നമ്മൾ എറിയുന്ന വെലോസിറ്റി ഒരു തീറ്റ ആംഗിളിലാണ് എറിയുന്നതെങ്കിൽ ഇനിഷ്യൽ വെലോസിറ്റിനെ നമ്മൾ വെർട്ടിക്കൽ ആണ് എടുക്കുന്നത്. വെർട്ടിക്കൽ ആയതുകൊണ്ട് എന്ത് എടുക്കും? ഇനിഷ്യൽ വെലോസിറ്റി യു എന്നല്ല, യു സൈൻ തീറ്റ എന്ന് എടുക്കും. മനസ്സിലായല്ലോ? അപ്പൊ ഇനിഷ്യൽ വെലോസിറ്റി ഏതാ? യു സൈൻ തീറ്റ. അപ്പൊ ഞാൻ എടുക്കുന്ന ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ നോക്കിയേ, എസ് ഈസ് ഈക്വൽ ടു യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ. എസ് ഈസ് ഈക്വൽ ടു യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ എന്നുള്ള ഇക്വേഷൻ എടുക്കും. എസ് എന്ന് പറഞ്ഞാൽ ഡിസ്പ്ലേസ്മെന്റ്, വെർട്ടിക്കൽ ഡിസ്പ്ലേസ്മെന്റ് എത്രയാ? 0 ആണ്. യു എന്ന് പറഞ്ഞാൽ എന്താ? ഇനിഷ്യൽ വെലോസിറ്റി യു എത്രയാ? യു സൈൻ തീറ്റ. അപ്പൊ ഡിസ്പ്ലേസ്മെന്റ് 0, ഇവിടെ യു സൈൻ തീറ്റ ഇൻറ്റു ടിയുടെ സ്ഥാനത്ത് എന്താ? ടി എന്ന് പറഞ്ഞാൽ ടൈമാ. അപ്പം നമ്മൾ ടൈം ഓഫ് ഫ്ലൈറ്റ് യു സൈൻ തീറ്റ ഇൻറ്റു ടി പ്ലസ് ഹാഫ് ഇൻറ്റു എ ടി സ്ക്വയർ. എ എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പഠിപ്പിച്ചു, ആക്സിലറേഷൻ എന്തിനോട് ഈക്വലാ? മൈനസ് ജിയോട് ഈക്വലാ. അപ്പൊ ആക്സിലറേഷൻ എന്ന് പറഞ്ഞാൽ മൈനസ് ജി ഇൻറ്റു ടിയുടെ സ്ഥാനത്ത് എന്താവും? ക്യാപിറ്റൽ ടിയുടെ സ്ക്വയർ. മനസ്സിലായല്ലോ? അപ്പൊ എന്ത് കിട്ടും? 0 ഈസ് ഈക്വൽ ടു യു സൈൻ തീറ്റ ഇൻറ്റു ടി, പിന്നെ പ്ലസും മൈനസും വരുമ്പോൾ എന്താവും? മൈനസ് ഹാഫ് ജി ടി സ്ക്വയർ. എന്ത് കിട്ടും? മൈനസ് ഹാഫ് ജി ടി സ്ക്വയർ. ഈ മൈനസ് ഹാഫ് ജി ടി സ്ക്വയർ ഇപ്പുറത്തോട്ട് വരുമ്പോൾ എന്താവും? ഈക്വൽ ഇപ്പുറത്തോട്ട് വരുമ്പോൾ പ്ലസ് ഹാഫ് ജി ടി സ്ക്വയർ ആവേ. പ്ലസ് ഹാഫ് ജി ടി സ്ക്വയർ വിച്ച് ഈസ് ഈക്വൽ ടു എന്ത് കിട്ടും? യു സൈൻ തീറ്റ ഇൻറ്റു ടി എന്ന് കിട്ടത്തില്ലേ? യു സൈൻ തീറ്റ ഇൻറ്റു ടി. മനസ്സിലായല്ലോ? അപ്പൊ എസ് ഈസ് ഈക്വൽ ടു യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ. അതിന്റെ അകത്തെല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. എസ് 0, യു സൈൻ തീറ്റ, ടി ക്യാപിറ്റൽ ടി, ഹാഫ് എ ടി സ്ക്വയർ, ഹാഫ് ഇൻറ്റു മൈനസ് ജി ഇൻറ്റു ടി സ്ക്വയർ. മൈനസ് ഹാഫ് ജി ഇപ്പുറത്തോട്ട് വരുമ്പോൾ പ്ലസ് ഹാഫ് ജി ടി സ്ക്വയർ. ഇനി നോക്കിയാൽ ഈ ക്യാപിറ്റൽ ടിയും ടി സ്ക്വയറിനോടെ കട്ട് ചെയ്തു. കാരണം ഇവിടെ 2 ടി ഉണ്ട്, ഇവിടെ 1 ടി ഉള്ളു. അപ്പൊ ഒരു ടി ഇപ്പുറത്തെ കട്ട് ചെയ്തു. ബാക്കി എന്നാ ഉണ്ട്? എനിക്ക് വേണ്ടത് ടൈമിനുള്ള ഇക്വേഷൻ ആണ് അല്ലെ? ടൈം ഓഫ് ഫ്ലൈറ്റിനുള്ള ഇക്വേഷൻ ആണ് എനിക്ക് വേണ്ടത്. നോക്കിയേ, അപ്പൊ ഇതിനകത്ത് നിന്ന് എന്ത് കിട്ടി? ജി ടി ഇസ് ഈക്വൽ ടു ജി ടി ബൈ 2 അല്ലെ? ജി ടി ബൈ 2 ഇസ് ഈക്വൽ ടു യു സൈൻ തീറ്റ കിട്ടി. ജി ടി ബൈ 2 ഇസ് ഈക്വൽ ടു യു സൈൻ തീറ്റ. ഇനി ആ 2നെ അപ്പുറത്തോട്ട് കൊണ്ടുപോയിക്കേ. 2 അപ്പുറത്തോട്ട് പോകുമ്പോൾ എന്താവും? 2 അപ്പുറത്തോട്ട് പോകുമ്പോൾ ജി ടി ഇസ് ഈക്വൽ ടു എന്ത് കിട്ടും? ഇത് അപ്പുറത്തോട്ട് പോകുമ്പോൾ 2u സൈൻ തീറ്റ. ജി ടി ഇസ് ഈക്വൽ ടു എന്ത് കിട്ടി? 2u സൈൻ തീറ്റ. ഇതിനകത്ത് നിന്ന് ടി എന്ന് പറഞ്ഞാൽ എന്ത് കിട്ടും? 2u സൈൻ തീറ്റ. ഇവിടെ ജി മൾട്ടിപ്ലൈ ആണ്, ഇവിടെ വരുമ്പോൾ ഡിവൈഡ് ആവും. അപ്പൊ 2u സൈൻ തീറ്റ ബൈ ജി കേട്ടോ. ക്യാപിറ്റൽ ടി എന്ന് പറഞ്ഞാൽ എന്താണ്? ടൈം ഓഫ് ഫ്ലൈറ്റ് ആണ്. ടൈം ഓഫ് ഫ്ലൈറ്റിനുള്ള ഇക്വേഷൻ കിട്ടിയില്ലേ? ടൈം ഓഫ് ഫ്ലൈറ്റിനുള്ള ഇക്വേഷൻ 2u sin theta by g. ഇത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഇക്വേഷൻ ആണ്, ഡെറിവേഷൻ ആണ്. ഈ ഡെറിവേഷൻ എന്ത് ചെയ്യുക? ബൈ ഹാർട്ട് ചെയ്ത് വെക്കുക. അതേപോലെ തന്നെ എന്ത് ചെയ്യാം? പരീക്ഷയ്ക്ക് ചോദിക്കാം. ഓക്കെ ഓക്കെ മക്കളെ, അടുത്തതായിട്ട് നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്ന ഹൊറിസോണ്ടൽ റേഞ്ച്. ആദ്യത്തെ ടൈം ഓഫ് ഫ്ലൈറ്റ് കഴിഞ്ഞു 2u sin theta by g. അടുത്ത ഹൊറിസോണ്ടൽ റേഞ്ച് ക്യാപിറ്റൽ ആർ ആണ് റെപ്രസെന്റ് ചെയ്യുന്നത്. ഓക്കെ, ഹൊറിസോണ്ടൽ റേഞ്ച് എന്ന് പറഞ്ഞാൽ ഒരു സ്റ്റാർട്ടിംഗ് പോയിന്റ് ഉണ്ട്. അവിടെ നമ്മൾ ഇങ്ങനെ എറിഞ്ഞെറിഞ്ഞെറിഞ്ഞെറിഞ്ഞത് ഇവിടം വരെ എത്തി അല്ലെ? ഇവിടം വരെ എത്തി. അപ്പൊ ഇതിനൊരു ഹൊറിസോണ്ടൽ ഡയറക്ഷനിൽ ഒരു ഡിസ്പ്ലേസ്മെന്റ് ഇല്ലേ? ആ ഹൊറിസോണ്ടൽ ഡിസ്പ്ലേസ്മെന്റിനെ വിളിക്കുന്ന പേരാണെന്ത്? ക്യാപിറ്റൽ ആർ ഹൊറിസോണ്ടൽ റേഞ്ച് എന്ന് പറഞ്ഞു. അപ്പോൾ നോക്കി, ദ ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ എ പ്രൊജക്ടൈൽ ഡ്യൂറിംഗ് ഇറ്റ്സ് ടൈം ഓഫ് ഫ്ലൈറ്റ്. അതിന്റെ ടൈം ഓഫ് ഫ്ലൈറ്റിൽ അറിയാലോ, അത് ഫ്ലൈറ്റ് ചെയ്യുന്ന സമയത്ത് അതിന്റെ ഹൊറിസോണ്ടൽ ആയിട്ടുള്ള ഡിസ്റ്റൻസ്, അതായത് എക്സ് ആക്സിസിലേക്കുള്ള ആ ഡിസ്റ്റൻസിന് വിളിക്കുന്ന പേരാണെന്ത്? ഹൊറിസോണ്ടൽ റേഞ്ച് എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ? ഹൊറിസോണ്ടൽ റേഞ്ച് എന്താണെന്ന് മനസ്സിലായല്ലോ? ഇനി നോക്കി, ഇതിന്റെ ഡെറിവേഷൻ നമ്മൾ നേരത്തെ പഠിച്ച പോലെ തന്നെ പഠിക്കണം. അപ്പോൾ ഹൊറിസോണ്ടൽ റേഞ്ച് എന്ന് പറഞ്ഞാൽ ഹൊറിസോണ്ടൽ റേഞ്ച് എന്ന് പറഞ്ഞാൽ ഒരു ഡിസ്റ്റൻസ് അല്ലേ? റേഞ്ച് എന്ന് പറഞ്ഞാൽ നത്തിങ് ബട്ട് ഡിസ്റ്റൻസ്. അപ്പൊ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ ഡിസ്റ്റൻസ് ബൈ ടൈം. ഇതിനകത്ത് നിന്ന് ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എന്താ? ഇത് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്താൽ പോരെ? വെലോസിറ്റി ഇൻറ്റു ടൈം. ഇപ്പൊ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ ഏത് വെലോസിറ്റി എടുക്കണം? ഹൊറിസോണ്ടൽ ഡയറക്ഷൻ. അപ്പൊ ഹൊറിസോണ്ടൽ വെലോസിറ്റി അല്ലെ? ഹൊറിസോണ്ടൽ വെലോസിറ്റി ഇൻറ്റു ടൈം. ടൈം എന്ന് ഉദ്ദേശിക്കുന്ന ഏത് ടൈമാ? ടൈം ഓഫ് ഫ്ലൈറ്റ്. ടൈം ഓഫ് ഫ്ലൈറ്റിലുള്ള ടൈം അല്ലേ നമ്മൾ ഇവിടെ എടുക്കുന്നത്? അപ്പം ഹൊറിസോണ്ടൽ റേഞ്ച്, ലെഫ്റ്റ് സൈഡിലേക്കുള്ള റേഞ്ച് എന്ന് പറഞ്ഞാൽ ഹൊറിസോണ്ടൽ വെലോസിറ്റി ഇൻറ്റു ടൈം ഓഫ് ഫ്ലൈറ്റ്. ഹൊറിസോണ്ടൽ വെലോസിറ്റി ഇൻറ്റു ടൈം ഓഫ് ഫ്ലൈറ്റ്. ഇനി നോക്കിയേ, നമുക്ക് ഹൊറിസോണ്ടൽ വെലോസിറ്റി എത്രയാണെന്ന് അറിയണം. ഹൊറിസോണ്ടൽ വെലോസിറ്റി നമുക്ക് ഓൾറെഡി അറിയാം. ഇവിടെ കൊടുത്തിട്ടുണ്ട് എത്രയാ? യു കോസ് തീറ്റ അല്ലെ? അപ്പൊ ഹൊറിസോണ്ടൽ റേഞ്ച് ആർ എന്ന് പറഞ്ഞാൽ ഹൊറിസോണ്ടൽ വെലോസിറ്റി എത്രയാ? യു കോസ് തീറ്റ ഇൻറ്റു ടൈം ഓഫ് ഫ്ലൈറ്റ്. കുറച്ചു മുമ്പേ പഠിച്ച ടൈം ഓഫ് ഫ്ലൈറ്റ് എന്ന് പറഞ്ഞാൽ 2u sin theta by g. 2u
സൈൻ തീറ്റ ബൈ ജി. അപ്പം യു കോസ് തീറ്റ ഇൻറ്റു 2u സൈൻ തീറ്റ ബൈ ജി. ഇവിടെ നോക്കി ഞാൻ ആദ്യം 2 എഴുതി, മൾട്ടിപ്ലൈ അല്ലേ, ആദ്യം 2 എഴുതി. എത്ര യു ഉണ്ട്? 1 2. അപ്പൊ 2 യു ഉണ്ട്. അപ്പൊ എന്ത് വരും? യു സ്ക്വയർ എന്ന് വരും. പിന്നെ എന്നാ ഉണ്ട്? ഒരു സൈൻ തീറ്റ കോസ് തീറ്റ ഉണ്ട്, ഒരു സൈൻ തീറ്റ കോസ് തീറ്റ ഡിവൈഡഡ് ബൈ ജി ഉണ്ട്. മനസ്സിലായല്ലോ? അപ്പൊ 2 യു ഉണ്ട്, യു സ്ക്വയർ, പിന്നെ ഒരു 2 ഉണ്ട്, കോസ് തീറ്റ സൈൻ തീറ്റ ബൈ ജി. അപ്പൊ നിങ്ങൾ ഓർക്കുക 2 സൈൻ തീറ്റ കോസ് തീറ്റ നമ്മൾ ട്രിഗ്നോമെട്രിയിൽ പഠിക്കും. 2 സൈൻ തീറ്റ കോസ് തീറ്റ എന്ന് പറഞ്ഞാൽ എന്തിനോട് ഈക്വലാ? സൈൻ 2 തീറ്റയോട് ഈക്വലാ. ഇത് ഓർത്ത് വെക്കേണ്ട കാര്യമാണ്. 2 സൈൻ തീറ്റ കോസ് തീറ്റ എന്ന് പറഞ്ഞാൽ എന്തിനോട് ഈക്വലാ? സൈൻ 2 തീറ്റ. ഇവിടെ നോക്കിയാൽ 2 ഉണ്ട്, സൈൻ തീറ്റ ഉണ്ട്, കോസ് തീറ്റ ഉണ്ട്. അപ്പൊ ഇതിനെ നമുക്ക് എന്ത് വിളിക്കാം? ആദ്യം ഞാൻ യു സ്ക്വയർ എന്ന് എഴുതി, ആദ്യം എന്ത് എഴുതി? യു സ്ക്വയർ എന്ന് എഴുതി. പിന്നെ ഒരു 2 ഉണ്ട്, സൈൻ തീറ്റ ഉണ്ട്, കോസ് തീറ്റ ഉണ്ട്. 2 സൈൻ തീറ്റ കോസ് തീറ്റ എന്താ? സൈൻ 2 തീറ്റ, സൈൻ 2 തീറ്റ ഡിവൈഡഡ് ബൈ ജി. അപ്പൊ നോക്കിയേ ഹൊറിസോണ്ടൽ റേഞ്ച് R എന്ന് പറഞ്ഞാൽ എന്തിനോട് ഈക്വലാ? ആദ്യമേ യു സ്ക്വയർ ഉണ്ട്, പിന്നെ 2 സൈൻ തീറ്റ കോസ് തീറ്റ. 2 സൈൻ തീറ്റ കോസ് തീറ്റ എന്ന് പറഞ്ഞാൽ സൈൻ 2 തീറ്റ ബൈ ജി. അപ്പൊ ഇതാണ് എന്തിനുള്ള ഇക്വേഷൻ? ഹൊറിസോണ്ടൽ റേഞ്ച് ആറിനുള്ള ഇക്വേഷൻ. മനസ്സിലായല്ലോ? അപ്പൊ ഹൊറിസോണ്ടൽ റേഞ്ച് ആറിനുള്ള ഇക്വേഷൻ മനസ്സിലായല്ലോ? യും വരുമ്പോ യു സ്ക്വയർ കോസ് തീറ്റ സൈൻ തീറ്റ ഇൻറ്റു 2 എന്ന് പറഞ്ഞാൽ എന്താ? സൈൻ 2 തീറ്റ ബൈ ജി. യു സ്ക്വയർ സൈൻ 2 തീറ്റ ബൈ ജി. പക്ഷെ ഇതിൽ നിന്ന് ഇത് മാത്രമല്ല ചോദിക്കുന്നത്. അപ്പോ ഈ ഡെറിവേഷൻ ഒക്കെ എഴുതി പഠിച്ചേക്കണം മക്കളെ, കാരണം ഇത് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. പക്ഷെ ഇത് നമ്മളോട് ചോദിക്കുന്ന, ഇതിനകത്ത് നിന്ന് ചോദിക്കുന്ന വേറൊരു ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. ഇൻ വിച്ച് ആംഗിൾ ഇഫ് യു ത്രോ യു വിൽ ഗെറ്റ് മാക്സിമം റേഞ്ച്. ടു ഗെറ്റ് മാക്സിമം റേഞ്ചിൽ കിട്ടാൻ, മാക്സിമം ഡിസ്റ്റൻസ് കവർ ചെയ്യാൻ, ഹൈറ്റ് അല്ല, മാക്സിമം ഡിസ്റ്റൻസ് കവർ ചെയ്യാൻ തീറ്റ എത്ര ആയിരിക്കണം, ആംഗിൾ എത്ര ആയിരിക്കും നോക്കി? 45 ഡിഗ്രി. അതെങ്ങനെയാണ് നമുക്ക് പ്രൂവ് ചെയ്ത് കാണിക്കണം. അപ്പം അതെന്താന്ന് നമുക്ക് നോക്കാം. അപ്പൊ ഓർക്കുക, ടു ഗെറ്റ് മാക്സിമം റേഞ്ച് ആംഗിൾ ഷുഡ് ബി ആംഗിൾ ഓഫ് ത്രോയിങ് അല്ലെ. ആംഗിൾ ഓഫ് ത്രോയിങ് എന്ന് പറഞ്ഞാൽ എത്ര ആയിരിക്കണം? 45 ഡിഗ്രി. ഇമ്പോർട്ടന്റ് ആണ്. സോ അതെങ്ങനെയാ? ആർ ഈസ് ഈക്വൽ ടു എന്ത് കിട്ടി നമുക്ക്? ഇപ്പം യു സ്ക്വയർ സൈൻ 2 തീറ്റ ബൈ ജി. യു സ്ക്വയർ സൈൻ 2 തീറ്റ ബൈ ജി. ഇതിൽ ഏതിനെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്? ഈ സൈൻ 2 തീറ്റനെ അല്ലേ? സൈൻ 2 തീറ്റനെയാണ് എത്ര റേഞ്ച് പോയെന്നുള്ളത് ഡിപ്പെൻഡ് ചെയ്യുന്നത്. അപ്പൊ സൈൻ 2 തീറ്റ ഈസ് മാക്സിമം നോക്കണം. മാക്സിമം ഡിസ്റ്റൻസ് അല്ലേ നമുക്ക് വേണ്ടത്. അപ്പൊ സൈൻ 2 തീറ്റ ഈസ് മാക്സിമം എത്രയാ? വെൻ സൈന്റെ മാക്സിമം വാല്യൂ എന്നതാ? മാക്സിമം വാല്യൂ എന്ന് പറഞ്ഞാൽ സൈൻ 2 തീറ്റയുടെ മാക്സിമം വാല്യൂ എത്രയാ? 1. സൈൻ ഏത് വാല്യൂ 1 വരുന്നത്? സൈൻ 90ക്കാണ് 1 വരുന്നത്. സൈൻ 90ക്കാണ് വരുന്നത്. അപ്പൊ സൈൻ 90 എന്ന് പറഞ്ഞാൽ എന്താ? സൈൻ 90 എന്ന് പറഞ്ഞാൽ 2 തീറ്റ എന്തിനോട് ഈക്വൽ? അത് നോക്കിയേ, സൈൻ 90 ഈസ് ഈക്വൽ ടു 1 അല്ലെങ്കിൽ സൈൻ 2 തീറ്റ ഈസ് ഈക്വൽ ടു 1. അതായത് 2 തീറ്റ എന്തിനോട് ഈക്വൽ? 90യോട് ഈക്വൽ ആയിരിക്കണം. അപ്പൊ തീറ്റ എന്ന് പറഞ്ഞാൽ എന്താ? 90യോട് മൾട്ടിപ്ലൈ അല്ലേ ഇവിടെ? 2 into തീറ്റ അല്ലേ? അപ്പൊ 90/2 വരും. 90/2 എത്രയാ? 45 ഡിഗ്രി. മനസ്സിലായല്ലോ? ടു ഗെറ്റ് മാക്സിമം റേഞ്ചിൽ അറിയാൻ നമുക്ക് എത്ര വേണം? 45 ഡിഗ്രി. മനസ്സിലായല്ലോ? അപ്പൊ ഈ സൈൻ 2 തീറ്റ മാക്സിമം ആകുമ്പോൾ എത്ര വരും? യു സ്ക്വയർ ബൈ ജി എന്ന്. അപ്പൊ ആർ ഈസ് ഈക്വൽ ടു എന്ത് കിട്ടി? സൈൻ 2 തീറ്റ 1 ആയില്ലേ? കാരണം നോക്കിയേ, സൈൻ 2 തീറ്റ 1 എന്ന് എടുത്തിരിക്കുന്നത്. അപ്പൊ ആർ ഈസ് ഈക്വൽ ടു യു സ്ക്വയർ ബൈ ജി. ഇതാണ് മാക്സിമം റേഞ്ചിനുള്ള ഇക്വേഷൻ. മാക്സിമം റേഞ്ച് എന്നതാ? സൈൻ 2 തീറ്റ ഈസ് മാക്സിമം ബൈ സൈൻ 2 തീറ്റ ഈസ് ഈക്വൽ ടു 1. സൈൻ 90 ആണ് 1. അപ്പൊ 2 തീറ്റ 90യോട് ഈക്വൽ ആ. തീറ്റ ഈസ് ഈക്വൽ ടു 90/2. 90/2 എന്ന് പറയുമ്പോൾ 1. 45 ഡിഗ്രി. So when you substitute sin 2 theta is equal to 1 here, u square 1/g. u square by g. മനസ്സിലായല്ലോ? ഇതാണ് മാക്സിമം ഹൊറിസോണ്ടൽ റേഞ്ച് എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഒരു ഡെറിവേഷൻ കൂടി പഠിക്കാനുണ്ട്. മാക്സിമം മക്കളെ, ലാസ്റ്റ് ഡെറിവേഷൻ ആണ് മാക്സിമം ഹൈറ്റിനുള്ള ഡെറിവേഷൻ. 3 എണ്ണമായിരുന്നു. ടൈം ഓഫ് ഫ്ലൈറ്റ് കഴിഞ്ഞു, രണ്ടാമത്തെ ഏതായിരുന്നു? ഹൊറിസോണ്ടൽ റേഞ്ച് കഴിഞ്ഞു, അതിന്റെ മാക്സിമം കണ്ടുപിടിച്ചു, പിന്നെ മാക്സിമം ഹൈറ്റ്. അപ്പൊ മാക്സിമം ഹൈറ്റിനുള്ള ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ നോക്കിയേ, മാക്സിമം ഹൈറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ആദ്യമേ മനസ്സിലാക്കിയേ, ഇസ് മാക്സിമം ഹൈറ്റ് റീച്ച്ഡ് ബൈ ദ പ്രൊജക്ടൈൽ. പ്രൊജക്ടൈൽ എറിയുമ്പോൾ ഏറ്റവും ഹൈറ്റിൽ പോകത്തില്ലേ? ഈ ഹൈറ്റ്, ഈ ഹൈറ്റിനെ വിളിക്കുന്ന പേരാണെന്ത്? ഈ ഹൈറ്റ് ഇതിനെ വിളിക്കുന്ന പേരാണെന്ത്? മാക്സിമം ഹൈറ്റ് എന്ന് വിളിക്കുന്നത് അല്ലെ. ഈ ഡിസ്റ്റൻസിനെ വിളിക്കുന്ന പേരെന്നാ? ലെഫ്റ്റ് സൈഡിലേക്കുള്ള ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ റേഞ്ചാ. പക്ഷെ ഈ ഹൈറ്റ് എന്ന് പറഞ്ഞാൽ അറിയാലോ, ഈ ഹൈറ്റിനെ വിളിക്കുന്ന പേരാണെന്ത്? മാക്സിമം ഹൈറ്റ്. കുറെ വട്ടം പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള ഇതിന്റെയൊക്കെ പ്രൂഫും കാര്യങ്ങളൊക്കെ. സോ മനസ്സിലാക്കി പഠിക്കുക. നോക്കി, അതിനുവേണ്ടി നമ്മൾ എടുക്കുന്ന ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ വി സ്ക്വയർ ഈസ് ഈക്വൽ ടു യു സ്ക്വയർ പ്ലസ് 2as. എന്താ ഇക്വേഷൻ? വി സ്ക്വയർ ഈസ് ഈക്വൽ ടു യു സ്ക്വയർ പ്ലസ് 2as. വി എന്ന് പറഞ്ഞാൽ ഫൈനൽ വെലോസിറ്റി. ഒരു മാക്സിമം ഹൈറ്റിൽ എത്തിക്കഴിയുമ്പോൾ അവിടുത്തെ വെലോസിറ്റി എന്താ? 0 ആകത്തില്ലേ? ഒരു മാക്സിമം ഹൈറ്റിൽ എത്തിക്കഴിയുമ്പോൾ വെലോസിറ്റി എന്താ? 0. അപ്പൊ വി സ്ക്വയറിന്റെ സ്ഥാനത്ത് 0. യു എന്ന് പറഞ്ഞാൽ ഇനിഷ്യൽ വെലോസിറ്റി. ഇനിഷ്യൽ വെലോസിറ്റി ഞാൻ പറഞ്ഞു, ഇത് കൺസിഡർ ചെയ്യുന്നത് എന്താ? വെർട്ടിക്കൽ ആയിട്ടുള്ളതാണ്. നമ്മൾ ഹൊറിസോണ്ടൽ റേഞ്ച് പറയുമ്പോൾ മാത്രമേ ഉള്ളൂ ഹൊറിസോണ്ടൽ കമ്പോണന്റ് എടുക്കത്തുള്ളൂ. ഇവിടെ എന്നതാ? വെർട്ടിക്കൽ കമ്പോണന്റ് ആണ്. അപ്പം മാക്സിമം ഹൈറ്റ് എടുക്കുമ്പോൾ വെർട്ടിക്കൽ കമ്പോണന്റ് ഏതാ? ഇതല്ലേ? യു സൈൻ തീറ്റ. അപ്പം യു സ്ക്വയർ സ്ഥാനത്ത് എന്ത് വരും? യു സൈൻ തീറ്റ അതിന്റെ സ്ക്വയർ പ്ലസ് 2as. 2as എന്ന് പറഞ്ഞാൽ ആക്സിലറേഷൻ. ആക്സിലറേഷൻ എത്ര വരും? -g ആണ്. അത് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത കാര്യമാണ്. a = -g. s എന്ന് പറഞ്ഞാൽ ഡിസ്പ്ലേസ്മെന്റ്. ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞാൽ ഇവിടെ എന്നതാ? ഹൈറ്റ് അല്ലേ? കണ്ടോ? ആ ഡിസ്റ്റൻസ് അല്ലെങ്കിൽ ആ ഡിസ്പ്ലേസ്മെന്റ് ആണ് എന്ത്? ഹൈറ്റ്. അപ്പൊ ഞാൻ h എന്ന് കൊടുത്തു. s ന് വരെ എന്തിനോട് ഈക്വലാ? s ഹൈറ്റിനോട് ഈക്വൽ. ഇത് നമുക്ക് സോൾവ് ചെയ്താൽ ആൻസർ ആയല്ലോ.
അപ്പൊ 0 is equal to u sin തീറ്റയുടെ സ്ക്വയർ. അപ്പൊ u സ്ക്വയർ എന്ന് വരും. യുനെ സ്ക്വയർ ചെയ്യുമ്പോൾ u സ്ക്വയർ, സൈൻ തീറ്റയെ സ്ക്വയർ ചെയ്യുമ്പോൾ സൈൻ സ്ക്വയർ തീറ്റ 2gh. പ്ലസും മൈനസും വരുമ്പോൾ എന്താവും? മൈനസ് 2gh. മനസ്സിലായല്ലോ? ഈ മൈനസ് 2gh ഇപ്പുറത്ത് വരുമ്പോൾ പ്ലസ് 2gh വിച്ച് ഈസ് ഈക്വൽ ടു യു സ്ക്വയർ സൈൻ സ്ക്വയർ തീറ്റ. മനസ്സിലായല്ലോ? 2gh ഈസ് ഈക്വൽ ടു യു സ്ക്വയർ സൈൻ സ്ക്വയർ തീറ്റ. ഇതിനകത്ത് h എന്ന് പറഞ്ഞാൽ എന്ത് കിട്ടും? h എന്ന് പറഞ്ഞാൽ ഇതാണ്. ആദ്യം അപ്പുറത്തുള്ള എഴുതും. ആദ്യം അപ്പുറത്തുള്ള ഏതാ? യു സ്ക്വയർ സൈൻ സ്ക്വയർ തീറ്റ ഡിവൈഡഡ് ബൈ 2g ഉണ്ട്. ഇവിടെ 2g മൾട്ടിപ്ലൈ, അപ്പൊ എന്ത് വരും? ഡിവൈഡഡ് ബൈ 2g. അപ്പൊ മനസ്സിലായല്ലോ? യു സ്ക്വയർ സൈൻ സ്ക്വയർ തീറ്റ ഡിവൈഡഡ് ബൈ 2g. ഇതാണ് എന്ത്? മാക്സിമം ഹൈറ്റിനുള്ള ഇക്വേഷൻ. അപ്പൊ 3 പ്രൂഫ് ഉണ്ട്. 3 പ്രൂഫും പഠിച്ചു നോക്കുക. ഇനി ഒരു കാര്യം കൂടെ, മാക്സിമം ഹൈറ്റ് കിട്ടാൻ ആംഗിൾ എത്രയാണെന്ന് ചോദിക്കും. മാക്സിമം ഹൈറ്റ് ആണ്. നേരത്തെ മാക്സിമം റേഞ്ച് ആയിരുന്നു, പക്ഷെ ഇവിടെ നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത് എന്താ? മാക്സിമം ഹൈറ്റ്. അത് എന്താ പറയുന്നത്, അത്ര ഇമ്പോർട്ടന്റ് അല്ല. മാക്സിമം റേഞ്ച് ആണ് കൂടുതലും ചോദിക്കാനുള്ളത്. മാക്സിമം റേഞ്ചിനാണെങ്കിൽ ആംഗിൾ എത്രയായിരുന്നു? 45 ഡിഗ്രി ആയിരുന്നു. പക്ഷെ ഇവിടെ ചോദിക്കാൻ വേണ്ടി പോകുന്നത് എന്താ? മാക്സിമം ഹൈറ്റിനുള്ള ആംഗിൾ. നോക്കിയേ, ഫോർ മാക്സിമം ഹൈറ്റിൽ എറിയാനായിട്ട് എന്ത് ചെയ്യണം? ഇവിടെ നോക്കി ഇക്വേഷൻ ഏതാ? h is equal to u സ്ക്വയർ സൈൻ സ്ക്വയർ തീറ്റ ബൈ 2g അല്ലേ? അപ്പൊ ഈ മാക്സിമം ഹൈറ്റ് കിട്ടാനായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? സൈൻ സ്ക്വയർ തീറ്റനെ എത്രയാക്കണം? 1 ആക്കും. അപ്പൊ എന്താവും? യു സ്ക്വയർ ബൈ 2g എന്നാവും. കാരണം ഇൻറ്റു 1 അല്ലേ? സൈൻ സ്ക്വയർ തീറ്റ 1 ആണ്. അപ്പൊ യു സ്ക്വയർ ബൈ 2g. ഇതാണ് മാക്സിമം ഹൈറ്റിനുള്ള ഇക്വേഷൻ. നോക്കിയേ, മാക്സിമം ഹൈറ്റ് കിട്ടണമെങ്കിൽ സൈൻ സ്ക്വയർ തീറ്റ എത്ര ആവണം? 1 ആവണം. സൈന്റെ ഏത് വാല്യൂനാ 1 ആവുന്നത്? സൈൻ 90 അല്ലേ? സൈൻ 90 ആണ് 1 ആവുന്നത്. അപ്പൊ തീറ്റ ഷുഡ് ബി എത്രയായിരിക്കണം? 90 ഡിഗ്രി. സോ ഫോർ മാക്സിമം ഹൈറ്റ് തീറ്റ ഷുഡ് ബി 90 ഡിഗ്രി. ഫോർ മാക്സിമം ഹൈറ്റ് തീറ്റ ഷുഡ് ബി എത്രയാണ്? 90 ഡിഗ്രി. ഓർത്ത് വെക്കുക. നോക്കിയേ, അപ്പൊ ഈ 2 പോയിന്റ്സ് ഒന്നും മറക്കാതെ ഓർത്ത് വെക്കേണ്ട കാര്യങ്ങളാണ്. ഏതൊക്കെയാണ്? നമ്മളിപ്പോ പഠിച്ചിരിക്കുന്നത് ടൈം ഓഫ് ഫ്ലൈറ്റ് എന്നാന്ന് പഠിച്ചു. അതിന്റെ ഇക്വേഷൻ 2u sin θ by g പഠിച്ചു. ഇനി അടുത്തത് പഠിച്ച ഏതാ? ഹൊറിസോണ്ടൽ റേഞ്ച്. അപ്പൊ t എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? 2u sin θ by g എന്ന് പഠിച്ചു. ഇനി അടുത്ത എന്തായിരുന്നു? ഹൊറിസോണ്ടൽ റേഞ്ച്. r-നുള്ള ഇക്വേഷൻ ഉണ്ടായിരുന്നു u സ്ക്വയർ sin 2θ by g എന്ന് പഠിച്ചു അല്ലെ? ഇനി ലാസ്റ്റ് പഠിച്ചത് മാക്സിമം ഹൈറ്റ് എന്തായിരുന്നു? u സ്ക്വയർ സൈൻ സ്ക്വയർ തീറ്റ ബൈ 2g. ഇനി നോക്കിയേ, ഇവിടെ ആർ മാക്സ് എത്രയായിരുന്നു കിട്ടിയത്? യു സ്ക്വയർ ബൈ ജി എന്ന് കിട്ടി. ഇവിടെ എച്ച് മാക്സ്, ഹൈറ്റ് മാക്സിമം ആകുമ്പോൾ എത്രയായിരിക്കും? യു സ്ക്വയർ ബൈ 2g. മനസ്സിലായല്ലോ? ഇനി ഓർക്കേണ്ട വേറെ കാര്യങ്ങൾ എന്താ? ഫോർ മാക്സിമം റേഞ്ച് ഏത് ആംഗിളിലാണ് അറിയേണ്ടത്? മാക്സിമം റേഞ്ചിലാണെങ്കിൽ, മാക്സിമം റേഞ്ച് കിട്ടണമെങ്കിൽ എന്തായിരിക്കണം? തീറ്റ ഷുഡ് ബി എത്രയാ? തീറ്റ ഷുഡ് ബി 45 ഡിഗ്രി. തീറ്റ എത്രയായിരിക്കണം? 45 ഡിഗ്രി. ഫോർ മാക്സിമം ഹൈറ്റ് ആണെങ്കിലോ? ഫോർ മാക്സിമം ഹൈറ്റ് കിട്ടണമെങ്കിൽ എന്തായിരിക്കണം? തീറ്റ 90 ഡിഗ്രി. ഇത് രണ്ടും നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യം. ഓർക്കുക, റേഞ്ചാണ് കൂടുതലും ചോദിക്കുന്നത്. പക്ഷെ പരീക്ഷയ്ക്ക് മാറി ചോദിച്ചാൽ എഴുതാനായിട്ട് റെഡി ആയിരിക്കണം. മാക്സിമം റേഞ്ചിനാണെങ്കിൽ തീറ്റ 45, മാക്സിമം ഹൈറ്റിനാണെങ്കിൽ തീറ്റ 90. നോക്കിയാൽ മക്കളെ, ഇക്വേഷൻ ഓഫ് പാത്ത് ഓഫ് എ പ്രൊജക്ടൈൽ എന്ന് പറഞ്ഞ്, അതായത് നമ്മുടെ പോകുന്നത് പരാബോളിക് ഫോമിലാണെന്ന് നമ്മൾ പറഞ്ഞു. അതിനൊരു പ്രൂഫ് ഉണ്ട്. ചോദിക്കാൻ വളരെ വളരെ റെയർ കേസ് ആണ്. എന്നാലും ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എഴുതണം. ചോദിച്ചിട്ടുണ്ട്, പക്ഷെ റിപ്പീറ്റഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ അല്ല. എന്നാലും ഒന്ന് ഓർത്ത് വെക്കുക, ഇക്വേഷൻ ഓഫ് എ പാത്ത് ഓഫ് എ പ്രൊജക്ടൈൽ. മിക്ക സ്കൂളുകാർ ഇതൊന്നും പഠിപ്പിക്കാറില്ല. ചില സ്കൂളുകാർ മാത്രമേ ഇതൊന്നും പഠിപ്പിക്കാറുള്ളൂ. എന്നാലും ഒന്ന് നമുക്ക് നോക്കിക്കളാം. ഇക്വേഷൻ ഓഫ് ദ പാത്ത് ഓഫ് എ പ്രൊജക്ടൈൽ. നോക്കിയാൽ ഇക്വേഷൻ ഓഫ് പാത്ത് ഓഫ് എ പ്രൊജക്ടൈൽ എന്ന് പറയാൻ ഞാൻ ടൈമിനുള്ള ഒരു ഇക്വേഷൻ, അതായത് ഹൊറിസോണ്ടൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ കൺസിഡർ ചെയ്യുന്നത്. ഹൊറിസോണ്ടൽ മൊത്തം ഡിസ്റ്റൻസ് എക്സ് ഡിസ്റ്റൻസ് കവർ ചെയ്തു. ഇനിഷ്യൽ വെലോസിറ്റി യു കോസ് തീറ്റ. ഇപ്പൊ നോക്കിയേ, ടൈം എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? ഡിസ്റ്റൻസ് ബൈ വെലോസിറ്റി. ടൈം എന്ന് പറഞ്ഞാൽ ഡിസ്റ്റൻസ് ബൈ വെലോസിറ്റി. ഇപ്പൊ ഡിസ്റ്റൻസ് എത്രയാ? എത്ര ഡിസ്റ്റൻസ് കവർ ചെയ്തു? എക്സ് ഡിസ്റ്റൻസ് കവർ ചെയ്തു. വെലോസിറ്റി എന്താ? യു കോസ് തീറ്റ. അപ്പം ടി ഇസ് ഈക്വൽ ടു എന്താണ്? എക്സ് ബൈ യു കോസ് തീറ്റ എന്ന് കിട്ടി. ടി ഇസ് ഈക്വൽ ടു എന്ത്? ഡി എക്സ് ബൈ യു കോസ് തീറ്റ. ഇനി നോക്കിയാൽ നമുക്ക് ഡിസ്പ്ലേസ്മെന്റിനുള്ള ഇക്വേഷൻ അറിയാമല്ലോ. നമ്മുടെ ഇക്വേഷൻസ് ഓഫ് മോഷൻ വെച്ചിട്ട് എസ് ഈസ് ഈക്വൽ ടു യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ എന്നാണ്. എക്സ് ഈസ് ഈക്വൽ ടു യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ. നമ്മൾ വൈ ആക്സിസ് വെച്ചാൽ കമ്പയർ ചെയ്യുന്നെങ്കിൽ എന്ത് വരും? എസിന്റെ സ്ഥാനത്ത് എന്താവും? വൈ ആവും. അപ്പൊ വൈ ഈസ് ഈക്വൽ ടു അല്ലെ ഡിസ്പ്ലേസ്മെന്റ് വൈ. യു ടി, യു എന്ന് പറഞ്ഞാൽ ഇനിഷ്യൽ വെലോസിറ്റി എന്താ? യു സൈൻ തീറ്റ ഇൻറ്റു ടി, പിന്നെ ഹാഫ് ഇൻറ്റു എ ടി സ്ക്വയർ. എസ് ടി സ്ക്വയർ എന്ന് മൈനസ് ജി ടി സ്ക്വയർ. മനസ്സിലായല്ലോ? ഇപ്പൊ നോക്കിയേ, ഈ ഇക്വേഷൻ കിട്ടി. y is equal to എന്താണ്? y is equal to u sin theta into t. ഇപ്പൊ u sin theta into t. ഈ ടിയുടെ സ്ഥാനത്ത് എനിക്ക് വേണമെങ്കിൽ ഇത് കൊടുക്കാമല്ലോ, x by u cos theta എന്ന് കൊടുക്കാമല്ലോ. x by u cos theta മൈനസ് ഹാഫ് ജി ടി സ്ക്വയർ. പ്ലസും മൈനസും വരുമ്പോൾ മൈനസ് ഹാഫ് ജി ടി സ്ക്വയർ. ടി സ്ക്വയറിന്റെ സ്ഥാനത്ത് നമുക്ക് എന്ത് കൊടുക്കാം? ടി സ്ക്വയറിന്റെ സ്ഥാനത്ത് ഇപ്പൊ കിട്ടിയിട്ടുള്ള x by u cos theta സ്ക്വയർ. x by u cos theta സ്ക്വയർ. ഇതല്ലേ ടി സ്ക്വയർ? ഇത് നോക്കി, ഇതിനെ നമ്മൾ എഴുതുമ്പോൾ എന്ത് വരും? y is equal to u into x sin theta by cos theta.
ഉണ്ടോ? ഈ യും കൂടെ കട്ടായി പോകും. താഴെ ഒരു യു ഉണ്ട്, അത് രണ്ടും കട്ടായി പോകും. എക്സ് ഉണ്ട്, സൈൻ തീറ്റ ബൈ കോസ് തീറ്റ എന്താ? ടാൻ തീറ്റ. ഉണ്ടോ? ഇവിടെ സൈൻ തീറ്റ ഉണ്ട്, ഇവിടെ കോസ് തീറ്റ ഉണ്ട്. സൈൻ തീറ്റ ബൈ കോസ് തീറ്റ ടാൻ തീറ്റ മൈനസ് ഹാഫ് ജി എക്സ് ബൈ ഇവിടെ എന്നതാ യു കോസ് തീറ്റ ദ ഹോൾ സ്ക്വയർ. മനസ്സിലായല്ലോ? ഇതൊരു പ്രൂഫ് ആണ്, ചോദിക്കാൻ വളരെ റെയർ ആണ്, എന്നാലും നിങ്ങൾ പഠിച്ചു വെക്കാം. നോക്കിയപ്പോ എത്ര കിട്ടും? y is equal to എന്ത് കിട്ടി? എക്സ് ടാൻ തീറ്റ അല്ലെ, യും പോയില്ലേ, എക്സ് ടാൻ തീറ്റ മൈനസ് ജി ബൈ ടു എക്സിന്റെ സ്ക്വയർ എത്ര? എക്സ് സ്ക്വയർ ബൈ യു കോസ് തീറ്റ ദ ഹോൾ സ്ക്വയർ. യു കോസ് തീറ്റ ദ ഹോൾ സ്ക്വയർ. എക്സിനെ മാത്രം സ്ക്വയർ ചെയ്തു, ബാക്കി അതേപോലെ തന്നെ. ഇത് നോക്കി, ഇത് ഏതിന്റെ ഫോമാ? y is equal to ax plus bx സ്ക്വയർ ഫോം ആണ്. y is equal to ax plus bx സ്ക്വയർ ഫോം ആണോ? ax plus ഒരു x ഉണ്ട് ഇവിടെ, a എന്ന് പറഞ്ഞാൽ ടാൻ തീറ്റയോട് ഈക്വല, ഒരു ബി ഉണ്ട്, ബി എന്ന് പറഞ്ഞാൽ എന്താ? അത് പോട്ടെ, എക്സ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ എക്സ് സ്ക്വയർ ഉണ്ടല്ലോ, ഇതിനകത്ത് നിന്ന് ബി എന്ന് പറഞ്ഞാൽ എന്ത് വരും? എ എന്ന് പറഞ്ഞാൽ ടാൻ തീറ്റ, ബി എന്ന് പറഞ്ഞാൽ എന്താണ്? ബി എന്ന് പറഞ്ഞാൽ നോക്കിയേ, എക്സ് സ്ക്വയർ ഇല്ലാത്ത മൈനസ് ജി ബൈ ടു യു കോസ് തീറ്റ ദ ഹോൾ സ്ക്വയർ. ഇതാണ് ബി. അപ്പൊ ഓക്കെ, സംഭവങ്ങളല്ലായാലോ. ഇതാണ് ഇക്വേഷൻ ഓഫ് പരാബോള. അപ്പൊ ഇത് രണ്ടും സിമിലർ ആയിട്ടുള്ള ഇതൊന്നല്ലേ? രണ്ടും ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഇക്വേഷൻ ഓഫ് പരാബോളയ്ക്ക് സിമിലർ. ഇത് ജനറൽ ഇക്വേഷൻ ഓഫ് എ പരാബോളയാണ്, ഇത് പരാബോളിക് ആ ഇക്വേഷന് സിമിലർ ആയിട്ടുള്ള ഒരു ഇക്വേഷൻ ആണ്. സോ വി ക്യാൻ സേ ദാറ്റ് path of a projectile is nothing but a parabola. So we can say path of a projectile. ഒരു പ്രൊജക്ടൈലിന്റെ പാത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? പരാബോളിക് ആണ്. പാത്ത് ഓഫ് എ പ്രൊജക്ടൈൽ എന്ന് പറഞ്ഞാൽ എന്താണ്? പരാബോള ആണ്. മനസ്സിലായല്ലോ? ഇത് പഠിച്ചു വെക്കുക, ചിലപ്പോൾ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. പ്രൂഫ് മനസ്സിലായല്ലോ? നമ്മൾ ആദ്യമേ എടുത്ത എന്തിന്റെ പ്രൂഫാണ്? ടൈമിനുള്ള ഇക്വേഷൻ. ടൈം എന്ന് പറഞ്ഞാൽ എക്സ് ബൈ യു കോസ് തീറ്റ എന്ന് എടുത്തു. മനസ്സിലായല്ലോ? ഇനി അടുത്തത് നമ്മൾ ഇത് എസ് ഈസ് ഈക്വൽ ടു യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ എന്നുള്ള ഇക്വേഷൻ എടുത്തു. അതിന്റെ അകത്ത് എന്ത് ചെയ്തു? വൈ കമ്പോണന്റ് എടുത്തു. വൈ ഈസ് ഈക്വൽ ടു യുന്റെ സ്ഥാനത്ത് എന്താവും? യു സൈൻ തീറ്റ, ടൈം ടി, അതുപോലെ തന്നെ ഹാഫ് ഇൻറ്റു എ ടി സ്ക്വയർ സ്ഥാനത്ത് മൈനസ് ടി ടി സ്ക്വയർ. ബാക്കി ടിക്ക് യു കോസ് തീറ്റ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു, എക്സ് ബൈ യു കോസ് തീറ്റ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഉള്ളൂല്ലോ. ഇത് സോൾവ് ചെയ്ത് പഠിക്കുക, ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഓക്കെ മക്കളെ, നമ്മുടെ ഫോക്കസ് ഏരിയയിൽ ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണിത്. എ ക്രിക്കറ്റ് ബോൾ, ബാസ് അല്ല, ബോൾ is thrown at a speed of 28 meter per second. അപ്പം ഇനിഷ്യൽ സ്പീഡ് എത്രയാണ്? 28 meter per second. ക്വസ്റ്റ്യൻ കണ്ട ഉടനെ നമ്മൾ എന്ത് ചെയ്യുക? വായിച്ചു നോക്കുക, അതിനുശേഷം തന്നിരിക്കുന്ന കാര്യങ്ങൾ എഴുതുക. ഇൻ എ ഡയറക്ഷൻ 30 ഡിഗ്രി, ഡയറക്ഷൻ എത്രയാ? ആംഗിൾ 30 ഡിഗ്രി. അപ്പൊ തീറ്റ ഇസ് ഈക്വൽ ടു 30 ഡിഗ്രി. എന്നിട്ട് ചോദിച്ചിരിക്കുന്ന കാൽക്കുലേറ്റ് മാക്സിമം ഹൈറ്റ് അല്ലെ, പിന്നെ ടൈം ടേക്കൺ ബൈ ദ ബോൾ റിട്ടേൺ ടു ദ സെയിം ലെവൽ. ഒരു ബോൾ എറിഞ്ഞതിന് ശേഷം അതേ ലെവലിൽ എത്താൻ എടുക്കുന്ന ടൈം, അതായത് ടൈം ഓഫ് ഫ്ലൈറ്റ് എന്ന് പറയാം. ഡയറക്റ്റ് അല്ല, ഇൻഡയറക്റ്റ് ചോദിച്ചു. ഇനി മാക്സിമം ഹൈറ്റ് എന്ന് പറഞ്ഞാൽ എച്ച്. ഇനി ഡിസ്റ്റൻസ് ഫ്രം ദ ത്രോവർ ടു ദ പോയിന്റ് വേർ ബോൾ റിട്ടേൺസ് ടു ദ സെയിം ലെവൽ. ബോൾ എറിഞ്ഞിട്ട് അതേ ഇതിൽ തന്നെ ലെവലിൽ വരണ്ടേ? അപ്പൊ ആ ഡിസ്റ്റൻസ് അതിനെ വിളിക്കുന്ന പേരാണ് ഹൊറിസോണ്ടൽ റേഞ്ച്. മനസ്സിലായല്ലോ? അപ്പോൾ ഹൈറ്റും ടൈം ഓഫ് ഫ്ലൈറ്റും ഹൊറിസോണ്ടൽ റേഞ്ചും ആണ് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് ചോദിച്ചിരിക്കുന്നത്. സിമ്പിൾ ആണ്, ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് ഒന്നാമത്തെ ചോദ്യം എന്നതാ? മാക്സിമം ഹൈറ്റിനുള്ള ക്വസ്റ്റ്യൻ ആണ്. മാക്സിമം ഹൈറ്റിനുള്ള ഇക്വേഷൻ ആയിരുന്നു. മാക്സിമം ഹൈറ്റിനുള്ള ഇക്വേഷൻ നമ്മൾ പഠിച്ച മാക്സിമം ഹൈറ്റ് ഏറ്റവും മൂന്നാമത് പഠിച്ച് യു സ്ക്വയർ സൈൻ സ്ക്വയർ തീറ്റ ബൈ 2g, യു സ്ക്വയർ സൈൻ സ്ക്വയർ തീറ്റ ബൈ 2g. അപ്പൊ യു എന്ന് പറഞ്ഞാൽ ഇനിഷ്യൽ വെലോസിറ്റി 28 ആണ്. 28 into 28 യു സ്ക്വയർ അല്ലെ, 28 സ്ക്വയർ. അപ്പൊ സൈൻ സ്ക്വയർ തീറ്റ, സൈൻ 30യുടെ സ്ക്വയർ, സൈൻ 30യുടെ സ്ക്വയർ ഡിവൈഡഡ് ബൈ 2g. 2g എന്ന് പറഞ്ഞാൽ 2 into 9.8. ജിയുടെ വാല്യൂ അറിയാലോ, 9.8. അപ്പൊ മൾട്ടിപ്ലൈ ചെയ്യണം 28 into 28 into സൈൻ 30 എന്ന് പറഞ്ഞാൽ 1/2 ആ. സൈൻ 30 1/2, അതിന്റെ സ്ക്വയർ 1/2ന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താ? 1/2 into 1/2. താഴെ എന്നാ ഉണ്ട്? 2 into 9.8. മനസ്സിലായല്ലോ? ഇപ്പൊ നമുക്ക് ഞാനും കാൽക്കുലേറ്റർ യൂസ് ചെയ്യാം, കാരണം നമുക്ക് പരീക്ഷയ്ക്ക് കാൽക്കുലേറ്റർ യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പം അത് യൂസ് ചെയ്യാം. ഓക്കെ, 28 into 28 into 1 അതെന്ന് പറഞ്ഞാൽ 784 ആണ്. 784 ഡിവൈഡഡ് ബൈ ഇത് എത്ര വരും? 2 into 2 4, 4 into 2 8. 8 into 9.8 ചെയ്യാം. 8 into 9.8 അത് ചെയ്യുമ്പോൾ എത്ര കിട്ടും? 78.4. കണ്ടോ? 784 ഡിവൈഡ് ബൈ 780.4, സോറി 78.4, 754 ബൈ 78.4, അതായത് 10. ഹൈറ്റ് ആയതുകൊണ്ട് എന്ത് കൊടുക്കാം? നമുക്ക് 10 മീറ്റർ എന്ന് കൊടുക്കാം. സോ ആദ്യത്തെ ആൻസർ എത്രയാണ്? 10 മീറ്റർ. മനസ്സിലായല്ലോ? ഇതാണ് മാക്സിമം ഹൈറ്റ്. ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് വാല്യൂ യു സ്ക്വയർ സൈൻ സ്ക്വയർ തീറ്റ ബൈ 2g. ഇനി രണ്ടാമത്തെ ഏതാ? ടൈം ടേക്കൺ ബൈ ദ ബോൾ ടു റിട്ടേൺ ടു ദ സെയിം പൊസിഷൻ. ടൈം ടേക്കൺ, ടൈം എന്ന് പറഞ്ഞാൽ ടൈം ഓഫ് ഫ്ലൈറ്റ് t 2u sin theta by g. എന്താ ഇക്വേഷൻ? 2u sin theta by g. 2 into യുടെ വാല്യൂ എത്രയാ? 28 sin 30 അല്ലെ, sin 30 എന്ന് കിട്ടും അല്ലെ, sin 30 by g. g എന്ന് പറഞ്ഞാൽ 9.8. ഇപ്പൊ എത്ര കിട്ടും? സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 2 into 28 into sin 30 1/2 ആണ്. താഴെ എന്നാ ഉണ്ട്? ഒരു 9.8. ഈ 2 കൂടെ കട്ട് ചെയ്തു പോകും. 28 by 9.8 എന്ന് കിട്ടും. 28 by 9.8 അത് കാൽക്കുലേറ്റർ ചെയ്ത് നോക്കുമ്പോൾ എത്ര കിട്ടും? 28 ഡിവൈഡഡ് ബൈ 9.8 എത്രയാ? 28 ഡിവൈഡ് ബൈ 9.8 എന്ന് പറഞ്ഞാൽ 2.85. ഏകദേശം എത്ര കിട്ടും? 2.85
നമ്മൾ എന്തിൽ കൊടുക്കണം? സെക്കൻഡ്സിൽ കൊടുക്കണം അല്ലെ? കാരണം നമ്മൾ ഇവിടെ മീറ്റർ പെർ സെക്കൻഡ് എന്നൊക്കെയല്ലേ പറഞ്ഞു. അപ്പോൾ സെക്കൻഡ്സ് കൊടുക്കും. 2.85 സെക്കൻഡ്. ഈ ലാസ്റ്റത്തെ ക്വസ്റ്റ്യൻ ഹൊറിസോണ്ടൽ റേഞ്ചിനുള്ള ക്വസ്റ്റ്യൻ ആയിരുന്നു. ഹൊറിസോണ്ടൽ റേഞ്ചിന്റെ ഇക്വേഷൻ അറിയാലോ. ഹൊറിസോണ്ടൽ റേഞ്ച് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു ഇക്വേഷൻ? യു സ്ക്വയർ എന്തായിരുന്നു ഹൊറിസോണ്ടൽ റേഞ്ച്? യു സ്ക്വയർ സൈൻ 2 തീറ്റ ബൈ ജി. യു സ്ക്വയർ സൈൻ 2 തീറ്റ ബൈ ജി. യു സ്ക്വയർ എന്ന് പറഞ്ഞാൽ 28 into 28 സൈൻ 2 തീറ്റ, അതായത് സൈൻ 2 into 30 സൈൻ 60 എന്ന് കിട്ടും. ഡിവൈഡഡ് ബൈ ജി. ജി എന്ന് പറഞ്ഞാൽ 9.8. മനസ്സിലായല്ലോ? ഇപ്പൊ എത്ര കിട്ടും? 28 into 28 into സൈൻ 60. സൈൻ 60 എന്ന് പറഞ്ഞാൽ √3/2 into എത്രയാ? 9.8. ഇത് സോൾവ് ചെയ്യുമ്പോൾ എത്ര കിട്ടും? ഇത് സോൾവ് ചെയ്യുമ്പോൾ എത്ര കിട്ടും? 28 into 28 into √3യുടെ വാല്യൂ 1.73 ഡിവൈഡഡ് ബൈ 19.6. എത്ര കിട്ടും? 69.2 സെക്കൻഡ്. എത്ര കിട്ടും? 69.2 സെക്കൻഡ് അല്ല, ഡിസ്റ്റൻസ്. അപ്പൊ നമ്മൾ എന്ത് കൊടുക്കും? മീറ്റർ എന്ന് കൊടുക്കും. ഈ ക്വസ്റ്റ്യൻ മനസ്സിലായല്ലോ. ഇതാണ് നമ്മൾ ഫോക്കസ് ഏരിയയിൽ ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ. ഈ ക്വസ്റ്റ്യൻ ഒക്കെ പഠിച്ചു വെക്കുക, കാരണം ഫോക്കസ് ഏരിയ തന്നെയല്ലേ, അപ്പൊ ചോദിക്കാൻ ചാൻസ്. ഓക്കെ മക്കളെ, അപ്പൊ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ ഈ ചാപ്റ്ററിൽ മോഷന്റെ പ്ലെയിൻ എന്ന് പറഞ്ഞ ഈ ചാപ്റ്ററിൽ. ഓർക്കുക, സ്കെയിലാർ പഠിച്ചു, വെക്ടർ പഠിച്ചു. പക്ഷെ കൂടുതൽ നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ട പോർഷൻ എന്ന് പറയുന്നത് ആ 3 ഡെറിവേഷൻസിലാണ്. മാക്സിമം ഹൈറ്റ്, ടൈം ഓഫ് ഫ്ലൈറ്റ്, പിന്നെ ഏതാ ഹൊറിസോണ്ടൽ റേഞ്ച്. ഈ 3 പ്രൂഫും സാധാരണ എല്ലാ പരീക്ഷയ്ക്കും, ഇതുവരെയുള്ള ജീവിതത്തിലുള്ള എല്ലാ പരീക്ഷയ്ക്കും നമ്മളോട് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഈ 3 എണ്ണം. ഈ 3 പ്രൂഫും വേണമെങ്കിൽ ചോദിക്കാം, അല്ലെങ്കിൽ 2 പ്രൂഫ് ഉറപ്പായിട്ടും ചോദിച്ചിരിക്കും. സോ പ്രൂഫുകളെല്ലാം നന്നായിട്ട് പഠിക്കുക. പ്രോബ്ലംസ് ചോദിക്കുമ്പോഴും എഴുതണം. അതിനുള്ള എല്ലാം നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, സോ നന്നായിട്ട് ചെയ്ത് പഠിക്കുക. ഇനിയും ക്വസ്റ്റ്യൻസ് വേണ്ടവർ ഗ്രൂപ്പിൽ, വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ വരുക. നമ്മുടെ ലിങ്ക് ഇതിന്റെ താഴെ കൊടുത്തിട്ടുണ്ട്. സോ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. എന്താ പറയുന്നത്, നിങ്ങൾ നിങ്ങളുടെ പഠിത്തമൊക്കെ നന്നായിട്ട് പോകുന്നെന്ന് കരുതുന്നു. എല്ലാവരും നന്നായിട്ട് പഠിക്കുക, കാരണം ഇനി കുറച്ച് നാളും കൂടെ ഉള്ളൂ. നല്ലതായിട്ട് പഠിച്ചാൽ നമുക്ക് നല്ല മാർക്ക് കിട്ടും. ഫുൾ മാർക്കാണ് നമ്മുടെ പ്രതീക്ഷ. നമുക്ക് ഫുൾ A+ അല്ല, ഫുൾ മാർക്ക്. കാരണം അറിയാലോ, ഈ വർഷം തന്നെ ഇഷ്ടം പോലെ ഫുൾ മാർക്കുകളായിരുന്നു. നിങ്ങൾ അറിഞ്ഞു കാണത്തില്ല, പക്ഷെ +2 പഠിപ്പിച്ചിട്ടുള്ള സാറന്മാർക്ക് അറിയാം, അല്ലെങ്കിൽ ടീച്ചർമാർക്ക് അറിയാം എത്ര ഫുൾ മാർക്കുകളായിരുന്നു. നമുക്കും അതുപോലെ ഫുൾ മാർക്കുകൾ. എന്റെ കുട്ടികൾക്ക് തന്നെ കുറെ പേർക്ക് ഫുൾ മാർക്ക് കിട്ടിയിട്ടുണ്ട്. സോ നിങ്ങൾ നല്ലതായിട്ട് പഠിക്കുക. നല്ലതായിട്ട് പഠിച്ചാൽ നമുക്ക് എന്ത് ചെയ്യും? നല്ല മാർക്ക് തന്നെ കിട്ടും. പുതിയൊരു വീഡിയോ ആയിട്ട് നമ്മൾ പിന്നെ വരാം. അതുവരേക്കും താങ്ക് യു സോ മച്ച്. നന്നായിട്ട് പഠിക്കുക. ഓൾ ദി ബെസ്റ്റ്.